ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എവാങ്കേലിയോൻ സുവിശേഷ പുസ്തകം നമ്മൾ മതവക എന്തെന്ന് കണ്ടു കഴിഞ്ഞു, അൽത്താര എന്തെന്ന് കണ്ടു കഴിഞ്ഞു. ഈ മൂന്നാമത്തെ സംഗതിയാണ് എവാങ്കേലിയോൻ അഥവാ സുവിശേഷ പുസ്തകം. ബലിപീഠത്തിന്റെ വലത്ത് വശത്താണ് സുവിശേഷ പുസ്തകം വയ്ക്കുക. സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 4 പുസ്തകങ്ങളാണ് സുവിശേഷ പുസ്തകങ്ങൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു നാളാണ്. ദൈവം നമുക്ക് നൽകിയ നല്ല വാർത്ത സുവിശേഷം, അത് യേശുക്രിസ്തു നാളാണ്. ആ യേശുക്രിസ്തു എന്ന ഏക സുവിശേഷത്തെക്കുറിച്ച് 4 പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് 4 സുവിശേഷങ്ങൾ. ആ 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കാൻ ബലിപീഠത്തിന്റെ വലത്തുവശത്താണ് ഈ എവാങ്കേലിയോൻ എന്ന് പറയുന്ന സുവിശേഷ പുസ്തകം സ്ഥാപിക്കുക. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കാൻ മർക്കോസിന്റെ സുവിശേഷം 16:19. അതുപോലെ നടപടി ഗ്രന്ഥത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിലും 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുവശത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാൻ. അത് സൂചിപ്പിക്കാൻ ബലിപീഠം ഈ സിംഹാസനം, ദൈവത്തിന് സിംഹാസനമാണെങ്കിൽ ദൈവം ഇല്ലേ സിംഹാസനത്തിന് അവിടെ ഇരിക്കുന്നു. അതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിന്റെ വലത്തുവശത്തായിട്ട് പുത്രൻ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നു. അത് സൂചിപ്പിക്കാൻ എവാങ്കേലിയോൻ എന്ന് പറയുന്ന സുവിശേഷ പുസ്തകം വലത്തുവശത്താണ് വയ്ക്കുക. ഈ എവാങ്കേലിയോൻ എന്ന വാക്ക് ഇല്ലേ സുവിശേഷം എന്ന് നമ്മൾ പറയുന്നു, നല്ല വാർത്ത എന്നൊക്കെ നമ്മൾ പറയുന്നു, സദ്വാർത്ത എന്ന് പറയുന്നു. എങ്കിലും ആ വാക്കിനൊരു പ്രത്യേക അർത്ഥം, ഒരു സാങ്കേതികമായ അർത്ഥമുണ്ട് അതിന്. ഈ എല്ലാ നല്ല വാർത്തയും എവാങ്കേലിയൻ അല്ല. ഇപ്പോ ഇന്ന് വൈകിട്ട് ഐസ്ക്രീം ഉണ്ടാകും, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നി. അതൊരു സുവിശേഷമല്ല. ഏത് നല്ല വാർത്തയും സുവിശേഷമല്ല. രാജാവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയ്ക്ക് മാത്രമാണ് എവാങ്കേലിയം എന്ന് പറയുക. സാധാരണഗതിയിൽ അത് ഏതെങ്കിലും 2 വാർത്തകളിൽ ഒന്നാണ്. ഒന്നുകിൽ ഒരു രാജകുമാരന്റെ ജനനം, ദ ബർത്ത് ഓഫ് എ പ്രിൻസ്, ഒരു രാജകുമാരന്റെ ജനനം, അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്ത. ഈ 2 അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്രിസ്മസ് രാത്രിയില് മാലാഖമാര് ഈ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു സദ്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു, ഇതാ ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു, ഒരു പ്രഭു, ഒരു രാജകുമാരൻ, ഒരു ദൈവകുമാരൻ പിറന്നിരിക്കുന്നു. ആ വാർത്തയാണ് എവാങ്കേലിയോൻ. അതാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ. മത്തായിലും അങ്ങനെ തന്നെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനം അവതരിപ്പിച്ചിട്ടില്ല. നമ്മൾ യേശുവിനെ ആദ്യം കാണുമ്പോഴും മാമോദിസ സ്വീകരിക്കും വരികയാണ്. അപ്പൊ ഏകദേശം 30 വയസ്സുണ്ട്. അപ്പോൾ അവിടെ ജനന വാർത്തയല്ല, മറിച്ച് യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. അതായത് സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്തയാണ് എവാങ്കേലിയോൻ. ചുരുക്കത്തില് ഈ സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ച് പുത്രൻ മരണം കൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്തി മരിച്ചൊരു താവളത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ കിടക്കാതെ, അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, സാത്താനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അവിടെ അവൻ സാത്താനെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ പിതാവിന്റെ വലത്തുവശത്തിരുന്നു. ഈ വാർത്തയാണ് പിശാചിനെ തോൽപ്പിച്ചു, യുദ്ധത്തിൽ വിജയം വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് എവാങ്കേലിയോൻ. അത് ചെയ്തത് യേശു എന്ന ആളാണ്. അത് അങ്ങനെ ചെയ്തതിന്റെ ആ വിജയത്തിന്റെ ഏറ്റവും അവസാനത്തെ ചുവടുവെപ്പാണ് പിതാവിന്റെ വലത്തുവശത്ത് സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളത്. അതിനാൽ എവാങ്കേലിയോൻ എന്ന് പറയുന്ന ഈ നല്ല വാർത്ത, സുവിശേഷം, വിശേഷം, ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥത്തിന് നമ്മുടെ നാട്ടിൽ നല്ല ഒരു പൊരുളുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് വിശേഷമായോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വിശേഷമായോ എന്നല്ല, ഗർഭിണിയായോ, ഇല്ലേ, വയറ്റിലുണ്ടോ, കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്നാണ് അർത്ഥം. അതായത് ഒരു കുഞ്ഞിന്റെ ജനനമാണ് വിശേഷം. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോട് മലയാളികൾ ചോദിക്കുകയാണ് വിശേഷമായോ എന്ന് ചോദിച്ചാൽ എന്ത് വിശേഷമാകാൻ എന്നല്ല, വിശേഷം എന്ന് പറഞ്ഞാൽ നീ ഗർഭിണിയാണോ എന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. അതായത് ഒരു കുഞ്ഞിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷത്തെയാണ് വിശേഷം എന്ന് പറയുള്ളൂ. എല്ലാ വിശേഷമല്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മത്തായി, ലൂക്കാസ് സുവിശേഷങ്ങളില് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജനനം, അതാണ് വിശേഷം അല്ലെങ്കിൽ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. രണ്ടും ഒരാൾ തന്നെ ചെയ്തത്. അതുകൊണ്ട് ഒരേ ആളിലേക്ക് തന്നെ അത് വിരൽ ചൂണ്ടുന്നു. ആ എവാങ്കേലിയോൻ ഇതാണ് നമുക്കുള്ള നല്ല വിശേഷം, സുവിശേഷം. ഈ വിശേഷമാണ് ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ പിതാവിന്റെ വലത്തുവശത്ത് സിംഹാസനത്തിൽ ഇരുന്ന്
നമ്മളോട് കൽപ്പിക്കുന്നതും നമ്മളോട് ചെയ്യുന്നതും ഈ വചന പ്രഘോഷണം എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷണമാണ്. യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. ആ വാർത്ത സ്വീകരിക്കാനും കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടാനും പ്രസംഗിക്കപ്പെടുക. ഇതാണ് എവാങ്കേലിയോൻ. എന്നിട്ട് ആ സുവിശേഷ പുസ്തകം പ്രദക്ഷിണമായി കൊണ്ടുവരികയാണ് ബേമയിലേക്ക്. ദൈവം തമ്പുരാൻ മനുഷ്യനായി, പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ആ യാത്ര സൂചിപ്പിക്കുന്നു. മനുഷ്യാവതാരം എന്ന വാർത്ത സൂചിപ്പിക്കുന്നു. മാത്രമല്ല, അവൻ സുവിശേഷവുമായിട്ട് ഗലീലിൽ നിന്നും ജെറൂസലത്തേക്ക് പോയി. ജെറൂസലത്തിൽ നിന്നും ലോകത്തിന് അറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞു. അപ്പോ എമ്മാവുസിലേക്കുള്ള യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ട് അവൻ സുവിശേഷം വ്യാഖ്യാനിച്ചു. സഭയുടെ കൂടെ ഇപ്പോഴും അവൻ ഇപ്പോഴും അദൃശ്യനായി സഞ്ചരിച്ച് സുവിശേഷം വ്യാഖ്യാനിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കാനാണ് ഈ സുവിശേഷ പുസ്തകം പ്രദക്ഷിണമായി ബേമയിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോയി വലത്തുവശത്ത് സ്ഥാപിക്കുന്നതും. എത്രയോ ഗംഭീരമായ ഒരു ആചാരമാണ്. ആ ആചാരത്തിലൂടെ എത്രയോ വലിയ വചന പ്രഘോഷണമാണ്, ദൈവശാസ്ത്രമാണ്, സത്യമാണ് പ്രഘോഷിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞ് കുർബാനിൽ പങ്കെടുക്കാൻ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലുള്ള പ്രബോധനം സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അത് ഉപകരിക്കുന്നെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കുവെച്ച് അത് പരമാവധി ആളുകൾ എത്തിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർത്തോമ സ്ലീവ. നമ്മൾ മധുബക കണ്ടു, അൾത്താര കണ്ടു, എവാങ്കേലിയോൻ കണ്ടു. നാലാമത്തെ സംഗതിയാണ് മാർത്തോമ സ്ലീവ. ബലിപീഠത്തിന്റെ പള്ളിയിൽ മധുബകയിലുള്ള ബലിപീഠത്തിന്റെ ഇടത്ത് വശത്ത് വെക്കുന്നത് മാർത്തോമ സ്ലീവയാണ്. കുരിശിൽ മരിച്ചവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടവനുമായ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മാർത്തോമ സ്ലീവ. അപ്പോ നമ്മുടെ കർത്താവിന്റെ ശരീരം അവിടെ ഇല്ല. കാരണം കർത്താവിന്റെ കുരിശിൽ നിന്ന് ശരീരം ഇറക്കി കല്ലറയിൽ അടക്കം ചെയ്തു. ആ കല്ലറയിൽ അവന് ശരീരമില്ലായിരുന്നു. അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തു, ഉയർപ്പിക്കപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടു എന്ന വാക്ക് പല പ്രാവശ്യം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉയർത്തു എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, ഉയർപ്പിക്കപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ അയച്ച്. അതാണ് ഈ കുരിശിന് മുകളില് പ്രാവിന്റെയും പിന്നെ അഗ്നിനാളത്തിന്റെ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രാവ് പരിശുദ്ധാത്മാവിന് പ്രതീകം, അഗ്നിനാവളും പരിശുദ്ധാത്മാവിന് പ്രതീകം. രണ്ടും കൂടി ചേർന്നിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ യേശു ഉയർപ്പിക്കപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടു എന്ന വാക്കുകൾ പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് പൗലോസ്ലീഹ. അപ്പോൾ ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ച് പുത്രൻ തമ്പുരാനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു. ഉടലോടുകൂടി ഉയർപ്പിച്ചു, ശരീരത്തോട് ഉയർപ്പിച്ചു. അതാണ് മാർത്തോമ സ്ലീവായുടെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം. ഈ മൈലാപ്പൂരിലുള്ള മാർത്തോമ സ്ലീവായുടെ കബറിടത്തിൽ നിന്ന് ലഭിച്ച കുരിശാണിത്. അതിന്റെ മാതൃകയാണിത്. 7-ാം നൂറ്റാണ്ടിലേതാണ് ആ കുരിശ്. ആ കുരിശിന്റെ അറ്റത്ത് ഇങ്ങനെ വിടരാൻ പോകുന്ന മുട്ടുകൾ, ഇലകളും മുട്ടുകളും പോലെയാണ്. അതായത് ജീവന്റെ വൃക്ഷം. വെളിപാട് പുസ്തകത്തില് 22-ാമത്തെ അധ്യായം 1 മുതൽ ഉള്ള 4 വരെയുള്ള 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ജീവന്റെ വൃക്ഷം. ആ ജീവന്റെ വൃക്ഷത്തെയാണ് ഈ ഇലകളും മുട്ടുകളും സൂചിപ്പിക്കുന്നത്. അഹറോന്റെ തളിർത്ത വടി ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു. അഹറോന്റെ തളിർത്ത വടിക്ക് പകരമാണ് മാർത്തോമ സ്ലീവ. തളിർക്കുന്ന കുരിശ്. അത് വെറൊരു തടിക്കഷ്ണമല്ല സ്ലീവ എന്ന് പറഞ്ഞാൽ. സ്ലീവ എന്ന വാക്കിനെ കുറിച്ച്, കുരിശിനെ കുറിച്ച് ഞാൻ വളരെ ദീർഘമായിട്ട് മുമ്പ് പറഞ്ഞിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ധ്യാനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. വളരെ സുദീർഘമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു. അതുപോലെ ഈ മൈലാപ്പൂരിലെ തിരുനാളിന്റെ ദിവസത്തില് മാർത്തോമ സ്ലീവായെ കുറിച്ച് വളരെ ഗംഭീരം വെച്ചാൽ സുദീർഘമായിട്ട് ഞാൻ അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 18 പ്രസംഗത്തില്. അത് നമ്മൾ ഇനി വരാൻ പോകുന്നു, അത് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഞാൻ ചെറിയ രൂപത്തിൽ പറയുകയാണ്. ഈ ഇലകൾക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇലകൾക്കും മുട്ടുകൾക്കും ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിജാലങ്ങള്, ഹരിത സസ്യങ്ങള്, അതെല്ലാം സൂചിപ്പിക്കുകയാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ വന്നിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ, പുത്രനെ ആരാധിക്കാൻ, ക്രിസ്തുവിനെ ആരാധിക്കാൻ പ്രപഞ്ചം മുഴുവൻ വന്നു ചേർന്നിരിക്കുന്നു. ആ ഒരു സൂചന കൂടിയാണ്. മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ സഭയുടെ പ്രതീകമാണ്. ഈ 3 ചവിട്ടുപടികൾ കാൽവരയുടെ പ്രതീകമാണ്, പരിശുദ്ധ തൃത്വത്തിന്റെ പ്രതീകമാണ്, മലമേൽ ഉയർത്തപ്പെട്ട സഭയുടെ പ്രതീകമാണ്. മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ പുതിയ നിയമസഭയുടെ പ്രതീകമാണ്. ഇങ്ങനെ പഴയ നിയമത്തിലെ, പ്രപഞ്ച സൃഷ്ടി തൊട്ടുള്ള പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒരുപാട് ദൈവശാസ്ത്രങ്ങൾ സംയോജിക്കുന്ന, ബന്ധപ്പെട്ടിരിക്കുന്ന മാർത്തോമ സ്ലീവ
പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രത്തെ വളരെ ഗംഭീരമായിട്ട് പ്രഘോഷിക്കുകയാണ്. പുത്രൻ തമ്പുരാൻ ഒരുപക്ഷെ നമ്മൾ ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിശ്വാസങ്ങളും ഒരൊറ്റ ചിഹ്നത്തിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. ഒരൊറ്റ ചിഹ്നത്തിൽ എന്താണ്? പ്രപഞ്ച സൃഷ്ടി നടത്തിയ പിതാവായ ദൈവം. ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതാണ് പുത്രൻ തമ്പുരാനെ. ആ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്നു. അവൻ പാപികളുടെ പാപത്തിന് ശിക്ഷയായിട്ടുള്ള മരണം അവൻ തന്നെ ഏറ്റെടുത്തു. മരിച്ചടക്കപ്പെട്ട അവൻ ഉത്ഥാനം ചെയ്തു. സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാൻ അയച്ചു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെയും അഗ്നിയുടെയും രൂപത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെ മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ സഭയുടെ പ്രതീകമായി നിൽക്കുന്നു. ആ സ്ലീവയാകട്ടെ ജീവന്റെ വൃക്ഷമാണ്. ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ജീവജലവും ജീവരക്തവും ഒഴുകുന്നു. ആ കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്ന കാൽവരിയിലാണ്. ആ കാൽവരിയുടെ പ്രതീകം കൂടിയാണ് ഇവിടെ. അത് പരിശുദ്ധ തൃത്വം സമ്മേളിച്ച ഇടവുമാണ്. ഇതാണ് 3 പടികൾ. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ദൈവശാസ്ത്രങ്ങളും ഒരൊറ്റ ചിഹ്നത്തിൽ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇന്ത്യക്ക് ഒരു ദേശീയ പതാക ഉള്ളതുപോലെ സുറിയാനി കത്തോലിക്കരുടെ ഒരു ദേശീയ ചിഹ്നമാണ് ഈ സ്ലീവ. അതൊരു സജീവമായ ചിഹ്നം കൂടിയാണ്. അതുകൊണ്ടാണ് ബലിപീഠത്തിന്റെ വലത്തുവശത്ത് സുവിശേഷ പുസ്തകവും ഇടത്തുവശത്ത് സ്ലീവ. ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു അക്കോംപ്ലിഷ് ചെയ്ത നിവൃത്തിയാക്കിയ രക്ഷാപ്രവൃത്തി കുരിശില്. എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രങ്ങളാണ് നമ്മുടെ കുർബാനയിൽ സമ്മേളിക്കുന്നത്. അതിനാൽ ഈ മാർത്തോമാ സ്ലീവായെ നമ്മുടെ ചിഹ്നമാണത്. ഒരു ചിഹ്നത്തിന് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാകാം. നമ്മുടെ ദേശീയ പതാകയാണ് ലോകത്തെ ഏറ്റവും ഗംഭീരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദേശീയ പതാക ഉയർത്തുമ്പോൾ നമ്മുടെ ഈ ദേശവികാരം, ദേശീയത അത് വികാരം കൊള്ളും. അങ്ങനെ ഒരു വികാരം കൊള്ളാനായിട്ട് ഈ മാർത്തോമാ സ്ലീവ നമ്മളെ സഹായിക്കണം. നമുക്കത് നമ്മളിലോട് തന്നെ പറയണം. ഇതിനെതിരെ പ്രചരിപ്പിക്കുന്ന കുറെ പേരുണ്ട്. ക്ലാവർ കുരിശ്, മറ്റത് മറിച്ചെല്ലാം പറഞ്ഞ് ദൈവം നിന്നെന്ന് പറയാൻ തരത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവർക്കെതിരെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അത് പ്രചരിപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാർത്തോമാ സ്ലീവായെ കുറിച്ച് വളരെ സുദീർഘമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇനി വരാൻ ഇരിക്കുന്നു. അതെല്ലാം നിങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുക. ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. അവരിങ്ങനെ തിന്മ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ നന്മ പ്രചരിപ്പിക്കുക. അങ്ങനെ കർത്താവ് വിജയിക്കട്ടെ. അങ്ങനെയെല്ലാം കുരിശന്റെ വിജയം, സ്ലീവായുടെ വിജയം, അത് കർത്താവിന്റെ വിജയവും നമ്മുടെ വിജയമായിരിക്കട്ടെ. നമ്മുടെ സഭയുടെ വിജയമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിലെ വിവിധ സംഗതികളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 5ാമത്തെ സംഗതി മാമോദിസ തൊട്ടിയാണ്. മധുബകയുടെ ഇടത്തെ ഭാഗത്ത് അത് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ മധുബകയിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകളുടെ ആണെങ്കിൽ വലത്ത് ഭാഗത്ത്, മധുബകയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മധുബകയുടെ ഇടത്ത് ഭാഗത്ത്. ഈശോ മാമോദിസ സ്വീകരിച്ച യോർദാൻ നദിയുടെ പ്രതീകമാണ് ഈ മാമോദിസ തൊട്ടി എന്ന് പലരും പറയാറുണ്ട്. അതത്ര ശരിയായ വ്യാഖ്യാനമല്ല. കാരണം യേശു സ്നാപയോഹന്നാനിൽ നിന്ന് സ്വീകരിച്ച പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനമല്ല ക്രിസ്തീയ മാമോദിസ. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ജലസ്നാനമല്ല, ആത്മസ്നാനം. പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകുന്നവൻ യേശു എന്നാണ് സ്നാപകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുള്ള സ്നാനമാണ് ക്രിസ്തീയ മാമോദീസ. അത് യോർദാൻ നദിയിൽ യേശു സ്വീകരിച്ച യോഹന്നാന്റെ സ്നാനമല്ല. യോഹന്നാന്റേത് ഒരു ആചാരപരമായ സ്നാനമായിരുന്നു, ആചാരക്കുളി. അത് പരിശുദ്ധാത്മാവിന് നൽകുന്ന ഒരു കൂദാശയായിരുന്നില്ല. മറിച്ച് യേശുവിന്റെ ജനനത്തിലുള്ള പങ്കാളിത്തമാണ് ക്രിസ്തീയ മാമോദീസ. യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു? അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ഉരുവായി. പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവായി. ഈ ദിവ്യ രഹസ്യത്തില്, ഈ ദൈവിക ജനനത്തില് നമ്മൾ പങ്ക് പറ്റുന്ന നിമിഷമാണ് മാമോദീസ എന്ന കൂദാശ. അതിനാൽ നാം പരിശുദ്ധാത്മാവിനാൽ കന്യകയായ സഭയുടെ
ഗർഭപാത്രത്തിൽ പിറന്നു വീഴുകയാണ്. അപ്പൊ കന്യകയായ സഭയുടെ ഗർഭപാത്രമാണ് മാമോദിസ തൊട്ടി. കന്യകയായ സഭയുടെ ഗർഭപാത്രം കന്യകയായ മറിയത്തിന്റെ ഗർഭപാത്രത്തിന് തുല്യമാണിത്. അങ്ങനെ നമ്മൾ ഈ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ ദൈവരാജ്യം കാണുകയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുമാണ്. യോഹന്നാൻ 3:3-5. അതോടുകൂടി നാം ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ ഉത്തമന്റെ കൽപ്പന നിറവേറുകയാണ്. മത്തായി 28:19. തോമാസ് ലീഗ ആ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ, യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മളും ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അതോടെ നാം അവന്റെ ശാഖയായി മാറുകയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്. മത്തായി 28:19. ഈ പുതുജനനത്തോടെ സംഭവിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു വീഴുകയാണ്. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകി. അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നല്ല, മാംസേച്ഛയിൽ നിന്നല്ല, പുരുഷന്റെ ഹിതത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. യോഹന്നാൻ 1:12-13. അത് സംഭവിക്കുന്ന സ്ഥലമാണ് ഈ മാമോദിസ തൊട്ടി. അതിനാൽ കന്യകയായ സഭയുടെ ഗർഭപാത്രമാണ് മാമോദിസ തൊട്ടി. അവിടെയുള്ള ജലം എന്ന് പറയുന്നത് യേശുവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലമാണ്. ആ ജീവജലത്തിലാണ് നാം പുതുതായി സ്വർഗത്തിൽ നിന്ന് ജനിക്കുന്നത്. അങ്ങനെ ആദാമുമായിട്ടുള്ള മനുഷ്യനായ ആദാമുമായുള്ള വംശാവലി റദ്ദാക്കി അവസാനത്തെ ആദാമായ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനായ യേശുവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ദൈവിക വംശാവലി ആരംഭിക്കുകയാണ്. ആ ദൈവിക വംശാവലിയെ യോഹന്നാൻ വിളിക്കുന്ന പേരാണ് വിശ്വാസം. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം അവൻ നൽകി. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു ജനനത്തോടു കൂടിയാണ്. നമ്മുടെ മനുഷ്യയാത്ര ആരംഭിക്കുന്നത് ഒരു ജനനത്തോടു കൂടിയാണ് എന്നതുപോലെ വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കുന്നതും ഒരു ജനനത്തോടു കൂടിയാണ്. അത് സംഭവിക്കുന്ന സ്ഥലമാണ്, ഗർഭപാത്രമാണ്, കന്യകയായ സഭയുടെ ഗർഭപാത്രമാണ് മാമോദിസ തൊട്ടി. എത്രയോ ഗംഭീരമായ സംഗതികളാണ് അവിടെ നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നവജാത ശിശുക്കളെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 18:15. നവജാത ശിശുക്കളെ മാതാപിതാക്കള് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. എന്തിനാ? യേശു തൊടാൻ വേണ്ടി, സ്പർശിക്കാൻ വേണ്ടി. നവജാത ശിശുക്കളെ, ആ വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികൾ, ശിശുക്കൾ എന്നല്ല, നവജാത ശിശുക്കള്. അതായത് ജനിച്ചിട്ട് 8 ദിവസം തികയുന്നതിന് മുമ്പുള്ള ആ സമയത്തെയാണ് നവജാത ശിശുക്കൾ എന്ന് പറയുക. ആ നവജാത ശിശുക്കളെ കർത്താവിന്റെ സ്പർശനം ഏൽക്കാൻ കർത്താവിന്റെ തൊടിക്കം കൊണ്ടുവരികയാണ്. ഇതാണ് ശിശു മാമോദിസയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന്. ധാരാളം തെളിവുകളുണ്ട്, ഇത് വളരെ ശക്തമായ തെളിവാണ്. ഈ നവജാത ശിശുക്കളെ കർത്താവ് തൊടാനും കർത്താവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടാനും വേണ്ടി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാൽ ഈ പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരൊക്കെ പറയുന്ന ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിലെ തിരുവചനത്തെ മാത്രം അടിസ്ഥാനമാക്കി പറയുന്നത് അത് വിജാതീയ മാമോദിസ സ്വീകരിക്കുമ്പോഴാണ്, മറ്റുള്ള മതത്തിൽ നിന്നുള്ളവർ സ്വീകരിക്കുമ്പോൾ. ആ വചനം ഈ കത്തോലിക്ക മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. ചുരുക്കത്തില് ഈ ദൈവസഭക്കാരും പെന്തക്കോസ്തക്കാരും പറയുന്ന തെറ്റായ പ്രചരണങ്ങളിൽ പെട്ടുപോകരുത്. മാത്രമല്ല, അങ്ങനെ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ഒരു മാമോദിസ സ്വീകരിച്ചവര്, മാമോദിസ കൂദാശ സ്വീകരിച്ചവർക്ക് അങ്ങനെ ഒരു ദൗത്യം കൂടിയുണ്ട്. രാജകീയ ദൗത്യമുണ്ട്, മറ്റുള്ളവർ നയിക്കുക. പ്രവാചക ദൗത്യമുണ്ട്, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. പിന്നെ പുരോഹിത ദൗത്യമുണ്ട്. ഈ രാജകീയ പൗരത്തിൽ പങ്കുചേരുന്നവരാണ് ശുശ്രൂഷ പൗരത്വം കിട്ടിയ വൈദികനോട് ചേർന്ന് ഈ ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂട്ടുപണിഞ്ഞ് കിടക്കുന്നതാണ്. അതിനാൽ വെറുമൊരു ആചാരം മാത്രമായിട്ട് മാമോദിസയെ കാണരുത്, മറിച്ചൊരു വലിയ കൂദാശയാണ്. ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന ദൃശ്യമായ അടയാളമാണത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിലെ മറ്റൊരു സംഗതിയാണ് ബേസ് സഹദേ എന്ന് വെച്ചാൽ വിശുദ്ധര്.
ബേസ് എന്ന് പറഞ്ഞാൽ ബേർത്ത് എന്നാണ് ഹീബ്രു, അത് സുറിയാനിലെ ബേസ്. ബേസ് സഗത എന്ന് വെച്ചാൽ വിശുദ്ധരുടെ ഭവനം എന്നാണ് അർത്ഥം. മധുബഹയുടെ വലത്ത് ഭാഗത്തുള്ള സ്ഥലമാണ്. നമ്മൾ മധുബഹയ്ക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ഹൈക്കലിൽ നിന്നും മധുബഹയിൽ തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ മധുബഹയുടെ ഇടത്ത് വശത്ത് നമ്മൾ നോക്കുമ്പോൾ, മധുബഹയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മധുബഹയുടെ വലത്ത് ഭാഗത്ത്. മർത്തീരിയോൻ എന്നും ഈ സ്ഥലത്തിന് പറയും. മർത്തീരിയോൻ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ സ്ഥലം, വിശുദ്ധരുടെ ഭവനം, രക്തസാക്ഷികളുടെ സ്ഥലം എന്നൊക്കെയാണ് ഈ വാക്കിനർത്ഥം. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ് അതാണ് ആ സ്ഥലം. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം. വിശുദ്ധരെ വണങ്ങുന്ന സ്ഥലവും അങ്ങനെയാണ്. അതായത് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയില് ഈ തിരുസ്വരൂപങ്ങളെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയില്ല. ഒന്നാമത്തെ തിരുസ്വരൂപങ്ങൾ തന്നെ ഉപയോഗിക്കില്ല, ഐക്കണുകളെ ഉപയോഗിക്കൂ. ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ചിത്രങ്ങളാണ്, വിശുദ്ധ ചിത്രങ്ങൾ. ദൈവശാസ്ത്രം, ബൈബിളിൽ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഇപ്പൊ ബൈബിൾ ദൈവശാസ്ത്രം നമ്മൾ ഈ മഷിയും പേനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു അല്ലേ, വാക്കുകൾ, അല്ലെങ്കിൽ മുദ്രണം ചെയ്യുന്നു, അച്ചടിക്കുന്നു. അതുപോലെ ബ്രഷും പെയിന്റും ഉപയോഗിച്ചിട്ട് വചനം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാ ഐക്കണുകളും, പ്രത്യേകിച്ച് പൗരസ്ത്യദേശത്തെ ഐക്കണുകളെല്ലാം, പൗരസ്ത്യദേശത്താണ് ഐക്കണുകൾ ഉണ്ടായത്. ഗ്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചു തരും, ഒരുപാട് സ്ഥലങ്ങളിൽ അതുണ്ട്. യൂറോപ്പിലൊക്കെ ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. മിക്കവരും തന്നെ ഐക്കണുകൾ വരയ്ക്കാൻ പഠിക്കുന്നു. എന്റെ സുഹൃത്തുക്കൾ തന്നെ പലരുണ്ട് ഐക്കണുകൾ വരയ്ക്കുകയും പിന്നെ മറ്റുള്ളവരെ വരയ്ക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ. അപ്പോൾ ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പെയിന്റിങ്സ് ആണ്, വിശുദ്ധ ചിത്രകലയാണ്. അതായത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള മാർഗമാണ്. അങ്ങനെ ഐക്കണുകൾ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ ഐക്കണുകളും ഒരേപോലെ ഒരേ സമയത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതി പൗരസ്ത്യ സഭകൾക്കില്ല. മറിച്ച് ഏത് വിശുദ്ധന്റെ തിരുനാളാണോ ഒരു ദിവസം ഉള്ളത്, ആ വിശുദ്ധന്റെ ഐക്കൺ പ്രദർശിപ്പിക്കുന്ന സ്ഥലം, അതാണ് ബേസ് സഗത. അവിടെ വിശുദ്ധരുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുകയും ചെയ്യുന്നു. വിശുദ്ധരുടെ തിരുശേഷിപ്പ് എന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം തൊട്ട് താഴെയാണ് വിശുദ്ധരിയിരിക്കുന്നത്. വെളിപാട് ഗ്രന്ഥം 8:1-4 വരെ. രക്തസാക്ഷികൾ ഇരിക്കുന്നതും സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയാണ്, മർത്തീരിയോൻ. വെളിപാട് ഗ്രന്ഥം 6:9-13. അവര് ദൈവത്തിൽ സംസാരിക്കുന്നു, ദൈവത്തിന് മുമ്പിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കപ്പെടുന്നു. പിന്നെ വിശുദ്ധരുടെ കുഴിമാടത്തിന് മുകളിലാണ് പണ്ട് ബലിപീഠം പണിതിരുന്നത്. പത്രോസിന്റെ കുഴിമാടത്തിന് നേരെ മുകളിലാണ് മാർപ്പാപ്പ ബലിയർപ്പിക്കുന്ന ബലിപീഠം. ആ ബലിപീഠത്തിൽ മാർപ്പാപ്പ മാത്രമേ ബലിയർപ്പിക്കൂ. അത് പത്രോസിന്റെ ആ ശവകൂടത്തിന് നേരെ മുകളിലാണ്. അത് വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വേദത്താളുകളുടെ ശരിയായ വ്യാഖ്യാതാക്കള്. അവരാണ് വചനം ശരിക്കും ജീവിച്ചത്. റോമാലേഖനം 12:1 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ വചനത്തിനനുസൃതമായ ബുദ്ധിയുള്ള ആരാധനയെ സമർപ്പിക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധരുടെ കാര്യത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത്, ഏറ്റവും ശരിയായിട്ട് നടന്നത്. അതുകൊണ്ട് വിശുദ്ധരുടെ കുഴിമാടത്തിന് മുകളിലാണ് ബലിപീഠം പണിതിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നത് ബലിപീഠത്തിന് തൊട്ടരികിലാണ്. വിശുദ്ധരെ വണങ്ങുന്ന സ്ഥലത്ത്, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത്, അവിടെ ആ സ്ഥലത്തെയാണ് ബേസ് സഗത എന്ന് പറയുന്നത്. സഗത എന്ന് വെച്ചാൽ വിശുദ്ധര്. ഇപ്പം സെബാസ്റ്റ്യാനോ സഗത എന്നൊക്കെ പറയില്ലേ, സഗത വിശുദ്ധൻ. ബേസ് എന്ന് പറഞ്ഞാൽ ഭവനം. ഇത് നമ്മൾ 3 സംഗതികൾ കണ്ടു: ബലിപീഠം, മാമോദിസ തൊട്ടി, ബേസ് സഗത. മാമോദിസ തൊട്ടി, അവിടെ നമ്മൾ ദൈവജനമായി, ദൈവത്തിന്റെ മക്കളായി ജനിച്ചു വീടാണ്, ദൈവത്തിന് ജനിച്ചു വീടാണ്, പരിശുദ്ധാത്മാവിൽ നിന്നും ജനിച്ചു വീടാണ്. ബലിപീഠത്തിലാണ് നമ്മുടെ ജീവിതം, ബലിയാണ് ജീവിതം. അപ്പോൾ മാമോദിസ തൊട്ടിയില് നമ്മൾ പിറന്നു വീണു, ജീവിതം ബലിയായി ജീവിച്ചു, അത് കഴിഞ്ഞിട്ട് വിശുദ്ധരായി മരിച്ചു, വിശുദ്ധരായി വണങ്ങപ്പെടുക. 3 സംഭവിക്കുന്നത് മധുബഹയിലാണ്. നാം പരിശുദ്ധാത്മാവിൽ നിന്ന് പിറന്നു വീഴുന്ന മാമോദിസ തൊട്ടി, നമ്മുടെ അനുദിന ജീവിതമാകുന്ന ബലിപീഠം, വിശുദ്ധരായി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് നമ്മുടെ തിരിച്ചെടുപ്പ് സൂക്ഷിക്കേണ്ടതും മധുബഹയില് ബേസ് സഗത. എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രമാണ് നമ്മുടെ ദേവാലയം. നമ്മൾ ജനിച്ചു വീഴുന്നത് ഈ മധുബഹ എന്ന് പറഞ്ഞ അതിവിശുദ്ധ സ്ഥലത്ത്, നമ്മൾ ജീവിക്കുന്നത് ബലിപീഠത്തില് അതിവിശുദ്ധ സ്ഥലത്ത്, മരിച്ച് അടക്കം ചെയ്യപ്പെടുന്നത് അവിടെ തന്നെ. ഈ ഒരു സങ്കല്പമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും ഇത് മുഴുവൻ മധുബഹ എന്ന് പറഞ്ഞ അതിവിശുദ്ധ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നത് അത് അങ്ങനെ ബന്ധപ്പെട്ട് ഈ മധുബഹയുമായിട്ട് അതിവിശുദ്ധ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ജീവിക്കുക, പിന്നെ മരിച്ചു കഴിയുമ്പോൾ എപ്പോഴും അതിവിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലായിരിക്കും ചെയ്യുക. ഈ ഒരു ഗംഭീരമായ കാഴ്ചപ്പാടാണ്
ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് ദേവാലയം തന്നെ, ഇങ്ങനൊരു സംഗതിക്ക് വേണ്ടിയാണ് ദേവാലയം തന്നെ. അതിനാൽ അതിനൊരു സ്വർഗീയ കാഴ്ചപ്പാടുള്ള ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന വെളിപ്പെടുത്തുന്ന തരത്തിൽ വേണം പള്ളി പണിയാനായിട്ട്. അല്ലാതെ 4 ചുമരും ഒരു കുരിശും കൊണ്ടുവച്ചാൽ പള്ളിയാകില്ല. അങ്ങനെയല്ല പള്ളി പണിയേണ്ടത്. പള്ളിക്ക് പള്ളിയുടേതായ ഒരു കലയുണ്ട്. ആ കല അവിടെ കൊണ്ടുവരണം. സ്വർഗമാണ് തോന്നിക്കണം. മധുബക കണ്ടു കഴിഞ്ഞാൽ, അടുപ്പിച്ച സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ്, നമ്മുടെ ചിന്തകളൊക്കെ സ്വർഗത്തിലേക്ക് ഉയരുന്ന തരത്തിലായിരിക്കണം. നമ്മുടെ ഒരു പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ വെറുതെ ഒരു പന്തല് കെട്ടിട്ട് പ്രസംഗിച്ചാൽ മതിയോ? പോരാ. ഇല്ലേ, പട്ടണം മുഴുവൻ തോരണങ്ങളും എന്തെല്ലാം സംഗതികളാണ് ചെയ്യുന്നത്. അതായത് ഉചിതമായ വികാരം, ഇല്ലേ, പാർട്ടി വികാരം ഉചിതമായി പ്രകടിപ്പിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരു റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം, അന്ന് നമ്മള് ഇല്ലേ ദേശഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട, ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം പ്രദർശിപ്പിക്കും. അത് കൊള്ളുമ്പോൾ നമ്മൾ ആവേശം കൊള്ളും. ഉചിതമായ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഇത് ആവശ്യമാണ്. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ സ്വർഗത്തിലാണ് നാം, ഈ ഭൂമി വിട്ടു സ്വർഗത്തിലാണ് നാം എന്ന വികാരം ഉണരത്തക്ക വിധത്തിലായിരിക്കണം പള്ളിയുടെ ഘടന. ആർഭാടം വേണ്ട, പക്ഷെ നല്ല കലാമൂല്യമുള്ളതും സ്വർഗത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതും നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്വർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായ തരത്തിൽ അത് സംവിധാനം ചെയ്യേണ്ടതുണ്ട്. ആ തരത്തിലാണ് നമ്മുടെ ഈ ദൈവശാസ്ത്രം അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇപ്പൊ നമ്മുടെ മിക്ക പള്ളികളും പോയാല് ഏറ്റവും കേന്ദ്രഭാഗത്ത് നമ്മൾ കാണുന്നത് സക്രാരിയാണ്. സക്രാരിയോ എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഈ പോർച്ചുഗീസ് ഭാഷയിൽ ഉത്ഭവിച്ചത് ലത്തീനിലാണ്, ലത്തീൻ ഭാഷയിൽ നിന്നാണ്. സക്രാരിയും എന്നാണ് ലത്തീനില്. സക്രാരിയോ പോർച്ചുഗീസ്, സക്രാരിയും ലത്തീൻ. അതിൽ നിന്നാണ് ഈ സക്രാരി എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. വിശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന ചെറിയ പേടകം എന്നാണ് അതിനർത്ഥം. വിശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന ചെറിയ പേടകം അല്ലെങ്കിൽ ചെറിയ പെട്ടി. ലത്തീനിൽ സാച്ചർ എന്ന വിശേഷണത്തിന് വിശുദ്ധമായ എന്നർത്ഥം. അതിന്റെ ധാതുവും സച്ച് എന്നാണ്. സച്ചു എന്ന ധാതു പിന്നെ കാലക്രമേണ സക്ക് ആയി. അതിന് സാക്ര, അതിന് വിശുദ്ധമായത് എന്നാണ് അർത്ഥം. ആരിയം എന്നതിന് അതിനെ സംബന്ധിച്ച എന്നൊരു പൊരുളുണ്ട്. അപ്പോൾ സാക്ര എന്നതിന് വിശുദ്ധമായത് എന്നും ആരിയും എന്നതിന് അതിനെ സംബന്ധിച്ചത് എന്നുമായി. വിശുദ്ധമായതിനെ സംബന്ധിച്ച, അതാണ് സക്രാരിയോ എന്ന വാക്കിനർത്ഥം, അല്ലെങ്കിൽ സക്രാരിയും എന്ന വാക്കിന്. സക്ര ആരിയും, വിശുദ്ധമായത് അതിനെ സംബന്ധിച്ചത്. അതായത് വിശുദ്ധ കുർബാന, തിരുവോസ്തി സൂക്ഷിക്കുന്ന പേടകം എന്നർത്ഥം. വിശുദ്ധമായ വസ്തു, പുണ്യവസ്തു എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, തിരുവോസ്തിയാണ്. അതിനെ സംബന്ധിക്കുന്നത്, അതിനെ സംബന്ധിക്കുന്ന പേടകം, വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവോസ്തി സൂക്ഷിക്കുന്ന പേടകം, ചെറിയ പെട്ടി എന്നൊക്കെ അതിനർത്ഥം. ഇംഗ്ലീഷില് ടാബർനാക്കിൾ എന്ന വാക്കാണ് ഉപയോഗിക്കണേ. ടാബർനാക്കിൾ, സക്രാരി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ടാബർനാക്കിളിനാണ്. തബർനോ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് ആ വാക്ക് വരുന്നത്. തബ് ആണ് അടിസ്ഥാന ധാതു. ഇംഗ്ലീഷിലെ ടേബിൾ എന്നർത്ഥമുള്ള ഇല്ലേ താബുള എന്ന വാക്കും തബ് എന്ന ധാതുവിൽ നിന്ന് വരുന്നതാണ്. ഇല്ലേ, ഒരു മേശ എന്ന അർത്ഥം ഉണ്ടെങ്കിലും കുടില്, കൂടാരം, സത്രം എന്നൊക്കെയാണ് ഉരുത്തിരി എന്നർത്ഥം. കുടില്, കൂടാരം, സത്രം എന്നൊക്കെ. ചെറിയ കൂടാരം, ചെറിയ പെട്ടി എന്നെല്ലാം സൂചിപ്പിക്കാൻ കുളും എന്ന പ്രത്യയം ചേർത്തപ്പോൾ ടാബർനാക്കുളും ആയി. ഇപ്പൊ നമ്മള് കുബിക്കുളും എന്ന് പറയും. ഞങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മുറിക്ക് റൂം എന്നല്ല പറയുക, കുബിക്കുളും എന്നാണ്. ചെറിയ മുറി എന്നർത്ഥം. കുബിക്കുളും ചെറിയ മുറി. കുളും എന്ന പ്രത്യയം ചേർക്കുമ്പോൾ ചെറുത് എന്നർത്ഥം. അപ്പോൾ ചെറിയ പെട്ടി, ചെറിയ കൂടാരം, ചെറിയ കുടില്, ചെറിയ സത്രം എന്നൊക്കെയാണ് ടാബർനാക്കുളും എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം. പഴയ നിയമത്തില് ശ്രീകോവിനുള്ളില്, തിരുനിവാസം എന്ന് പറയുന്ന ശ്രീകോവിനുള്ളില് ഉടമ്പടിയുടെ പേടകം സൃഷ്ടിച്ചിരുന്നു. അതിന് 3 കള്ളികളുണ്ടായിരുന്നു. ഒരു കള്ളിയില് സ്വർണ്ണ കലശത്തിൽ മന്ന, നടുക്ക് അഹരോന്റെ തളിർത്ത വടി, പിന്നെ 3-ാമത്തെ കള്ളിയില് ഈ ദൈവകൽപ്പന ആലേഖനം ചെയ്ത 2 കല്ലുകള്, കൽഫലകങ്ങള്. അതിന്റെ മുകളിലാണ് ഈ കെരൂബ് മാലാഖമാര്. ആ കെരൂബ് മാലാഖമാരെ ചിറകൾ മുട്ടുന്നിടത്താണ് കൃപാസനം എന്ന് പറയുന്ന ദൈവം ഹാജരുണ്ട് എന്ന് വിചാരിച്ചിരുന്ന സ്ഥലം. ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനും ടാബർനാക്കിൾ എന്ന് പറഞ്ഞിരുന്നേ. ടാബർനാക്കിൾ എന്ന് പറഞ്ഞത് ഈ തിരുനിവാസം അല്ലെങ്കിൽ ശ്രീകോവിലിനെ
ടാബർനാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. അത് പഴയ നിയമത്തില്. സക്രാരി എന്ന പദവും സക്രാരിയുടെ ഉപയോഗവും പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെയാണ് ഭാരതസഭയിൽ നടപ്പായത്. അതായത് അതിനു മുൻപ് 16-ാം നൂറ്റാണ്ടിന് മുൻപ് സക്രാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. ഭാരതസഭയിൽ സക്രാരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നില്ല. അതേസമയം രോഗികൾക്ക് കുർബാന കൊടുക്കുന്നതിന് തിരുവോസ്തി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ രോഗികൾക്ക് വേണ്ടി തിരുവോസ്തി സൂക്ഷിക്കുന്നത്, വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതിന് തിരുപ്പാദയം എന്ന് പറയാം. തിരുപ്പാദയം ഇല്ലേ, യാത്രയ്ക്കുള്ള ഭക്ഷണം എന്നർത്ഥം. പാദയം യാത്ര ഇല്ലേ, പൊതിച്ചോറ്. പാദയം വെച്ച പൊതിച്ചോറ്. തിരുപ്പാദയം വെച്ചാല് നമ്മുടെ യാത്രയ്ക്കുള്ള, അതായത് അന്തിമ യാത്രയ്ക്കുള്ള പൊതിച്ചോറ് എന്ന അർത്ഥത്തില് വിശുദ്ധ കുർബാന തിരുപ്പാദയമായിട്ട് കൊടുക്കാൻ സൂക്ഷിച്ചിരുന്നു. പക്ഷെ അത് ചെയ്തിരുന്നത്, അതിന് വിളിച്ചിരുന്നത് സ്വാദ എന്നാണ്. സ്വാദ, സക്രാരി എന്നല്ല. ഈ തിരുപ്പാദയം സൂക്ഷിച്ചിരുന്നു രോഗികൾ കൊടുക്കാൻ. അതിന് വിളിച്ചിരുന്നത് സക്രാരി എന്നല്ല, സ്വാദ എന്നാണ്. സ്വാദ. എങ്ങനെയാണ് അത് സൂക്ഷിച്ചിരുന്നത്? തിരുവോസ്തി തിരുരക്തത്തിൽ മുക്കി പീലാസിലാക്കി കബലാനെ കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പറുദീസ്ഖ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെട്ടികളില് മദബകയുടെ ഭിത്തിയിലുള്ള ഈ മൈത്തോപ്പ് എന്ന് പറയല്ലോ, ഗുപ്തസ്ഥാനത്ത് ഒരു ഇങ്ങനെ ഏകാന്ത സങ്കേതം പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് തൂക്കിയിടുകയാണ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് ഈ തിരുപ്പാധേയമായിട്ട് കൊടുത്തിരുന്നത് ഈ തിരുവോസ്തി തിരുരക്തത്തിൽ മുക്കി പീലാസിലാക്കി കബലാനെ കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പറുദീസ്ഖ എന്ന് വിളിക്കപ്പെടുന്ന പെട്ടികളിലെ മദബകയുടെ ഭിത്തിയിലുള്ള ഈ ഏകാന്ത സങ്കേതത്തിൽ തൂക്കിയിടുകയാണ്. അതിനെയാണ് സ്വാദ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോ ഒരു സക്രാരി, നമ്മളിപ്പോ കാണുന്ന സക്രാരി പോലെ ഇല്ലായിരുന്നെങ്കിലും സുറിയാനി സഭകളിൽ ഇങ്ങനെ തിരുപ്പാദയമായിട്ട് സൂക്ഷിച്ചിരുന്നു. പുളിപ്പ് ചേർത്ത അപ്പമാണ് സുറിയാനി കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത്, മൽക്ക എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യം പുളിപ്പിനോട് സദൃശം എന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവരാജ്യം ക്രിസ്തു തന്നെയാണ്. അപ്പൊ ക്രിസ്തു തന്നെ സാദൃശ്യപ്പെടുത്തിയത് പുളിപ്പിനോടാണ്. പുളിപ്പിന് തെറ്റായ മോശമാർത്ഥത്തിലും കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫരിസയരുടെ പുളിപ്പിനെ കുറിച്ച്. പക്ഷേ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിലും ഒരു സ്ത്രീ 3 ഇടങ്ങഴി മാവ് പുളിക്കുവോളം ചേർത്ത പുളിച്ച മാവിനെ സദൃശമാണ് ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവാണ് ലോകത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന, ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന പുളിപ്പ്. അതുകൊണ്ട് പുളിച്ച മാവ് കൊണ്ടുള്ള, പുളിമാവ് കൊണ്ടുള്ള തിരുവോസ്തിയാണ് സുറിയാനി കത്തോലിക്ക സഭകളിൽ ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ ഈ തിരുരക്തം കൂടാതെ തിരുപ്പാദയം കൊടുക്കുന്ന രീതി സുറിയാനി കത്തോലിക്ക സഭകളിലില്ല. അത് തിരുശരീരം തന്നെ കൊടുക്കുന്ന രീതിയില്ല. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ളത് ഈ തിരുപ്പാദയം തിരുരക്തത്തിൽ മുക്കി പീലാസയിൽ വെച്ച്, ഇച്ചിരി കുഴിഞ്ഞ പീലാസയാണ്, അതിൽ വെച്ച് കവലാന കൊണ്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി പറുദീസ്ഖ എന്ന് പറയപ്പെടുന്ന ഈ മദബകയുടെ ഭിത്തിയിൽ ഒരു സ്ഥലമുണ്ട്, ഏകാന്ത സങ്കേതം സ്ഥലമുണ്ട്, അവിടെ തൂക്കിയിടുകയാണ് പതിവ്. ആരാധനയ്ക്ക് വേണ്ടി തിരുവോസ്തി സൂക്ഷിക്കുന്ന പതിവ് സുറിയാനി കത്തോലിക്ക സഭയിൽ പതിവില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സമ്പ്രദായമില്ലായിരുന്നു. ആരാധനയുണ്ടായിരുന്നു. പക്ഷെ ആരാധനയ്ക്ക് ചെയ്യുന്നത് ഈ പള്ളിയിലെ നടുവിലുള്ള തൂക്കുവിളക്കുണ്ടല്ലോ, ആ തൂക്കുവിളക്ക് താഴേക്ക് ഇറക്കി ആ വിളക്ക് ഇല്ലേ, ആ വിളക്കിന് മുമ്പിലിരുന്നാണ് ആരാധന നയിച്ചിരുന്നത്. അല്ലാതെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന ഉണ്ടായിരുന്നില്ല. സുറിയാനി കത്തോലിക്ക സഭകളിൽ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ആരാധന വളരെ അങ്ങനെ പ്രചാരത്തിലായത് പ്രൊട്ടസ്റ്റന്റുകാര് ഈ വിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യം നിഷേധിച്ചപ്പോഴാണ്. അത് കുർബാന സമയത്ത് മാത്രമേ കർത്താവ് അതിനകത്തുള്ളൂ, അല്ലെങ്കിൽ കർത്താവ് അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് അതല്ല, അവിടെ അപ്പോഴും കുർബാനയ്ക്ക് ശേഷവും, അതായത് കുർബാന ആ അർപ്പണ സമയത്ത് മാത്രമല്ല അതിനുശേഷവും തിരുവോസ്തി കർത്താവ് തന്നെയാണ് എന്ന് ഒരു 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 എന്താ പറയാ വെളിപ്പെടുത്തി പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ആരാധന വളരെ വ്യാപകമായത്. പിന്നെ ആരാധനയ്ക്ക് മറ്റ് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ പലതും മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പറയാനുള്ളത് പിന്നീട് ഞാൻ പറയുകയും ചെയ്യാം. ഏതായാലും സുറിയാനി കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി തിരുവോസ്തി സൂക്ഷിക്കുക, സക്രാരി സൂക്ഷിക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. തിരുവോസ്തി സൂക്ഷിച്ചു വെക്കുന്ന യാക്കോബായ പള്ളികളില്, കൂനൻകുരിശ് സത്യത്തിന് മുമ്പുള്ള യാക്കോബായ പള്ളികളില് സക്രാരി കാണാം. അത് ഈ കൂനൻകുരിശ് സത്യവുമായിട്ടില്ല, ആ കൂനൻകുരിശ് സത്യത്തിന് മുമ്പുള്ള സ്ഥാപിക്കപ്പെട്ട പള്ളികളില് അവര് തിരുവോസ്തി സൂക്ഷിക്കുന്നില്ല, പക്ഷെ സക്രാരി ഉണ്ട്. എന്ന് വെച്ചാൽ അതെല്ലാം പോർച്ചുഗീസ് മിഷണറിമാരുടെ സ്വാധീനത്തിൽ വന്നതാണ് എന്നാണ്. 1600 ശേഷമാണ് സക്രാരി ഭാരതത്തിൽ ദേവാലയത്തിൽ സ്ഥാനം കണ്ടു തുടങ്ങിയത്. 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് അത് വളരെ വ്യാപകമായത്.
വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിന് പുറകിലായി സക്രാരി ഉണ്ടായിരുന്നെങ്കിൽ പോലും പഴയ പള്ളികളില് കുർബാന കഴിയുമ്പോൾ മറ്റൊരു കപ്പേളയിലുള്ള സക്രാരിയിലാണ് ഈ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നത്. അതായത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിന് പുറകിൽ സക്രാരി ഉണ്ടായിരുന്നെങ്കിലും അവിടെ തിരുവോസ്തി സൂക്ഷിച്ചിരുന്നത് മറ്റൊരു കപ്പേളയിലാണ് പഴയ പള്ളികളിലൊക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വിസിത കഴിക്കാൻ, ദിവ്യീകരണ സന്ദർശനം കഴിക്കാൻ വരുമ്പോൾ അവർ ആ കപ്പേളയുടെ മുമ്പിലാണ് ചെല്ലുക. അതുപോലെ കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുന്ന ആളുകളൊക്കെ ആ കപ്പേളയുടെ അവിടെ പോയിട്ടാണ് കുർബാന സ്വീകരിക്കുക. ഈ പ്രധാന ബലിപീഠത്തിൽ അവിടെ കുർബാന കഴിഞ്ഞാൽ അതിന് പോലെ സക്രാരിക്കുണ്ട്. അത് ആ സമയത്ത് കുർബാന്റെ സമയത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്ത സമയത്ത് മറ്റൊരു കപ്പേളയിലാണ് ഈ കുർബാന സൂക്ഷിക്കുന്ന പതിവുള്ളത്. ദുഃഖവെള്ളിയാഴ്ച കുർബാന ഇല്ലാത്തതുകൊണ്ട് പെസഹ വ്യാഴാഴ്ച ഈ കപ്പേളയിൽ ഇന്ന് കുർബാന കൊണ്ടുവച്ചിട്ടുണ്ടോ തല പെസഹ വ്യാഴാഴ്ച. ദുഃഖവെള്ളിയാഴ്ച അവിടെ നിന്നും കുർബാന ഈ പ്രധാന ബലിപീഠത്തിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരുന്നു. അതാണ് കുർബാന പ്രദക്ഷിണം. ഈ ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന ഈ കുർബാന പ്രദക്ഷിണം പെസഹ വ്യാഴാഴ്ച ആ കപ്പേളയിലേക്ക് കൊണ്ടുപോകുന്നതും ഒരു പ്രദക്ഷിണമായിട്ടാണ്. ഇതാണ് ഈ കുർബാനയുടെ പ്രദക്ഷിണമായിട്ട് പെസഹ വ്യാഴാഴ്ച പഴയ കർമ്മങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, മുൻപുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സക്രാരി ഉള്ളപ്പോൾ പോലും പ്രധാന ബലിപീഠത്തിന്റെ പുറകിലുള്ള സക്രാരിയിൽ കുർബാന സൂക്ഷിക്കുന്ന പതിവ് ഈ അടുത്ത കാലത്താണ് അത് വളരെ പ്രചാരത്തിലായത്. അല്ലെങ്കിൽ മറ്റൊരു കപ്പേളയിലാണ് സൂക്ഷിക്കുക. കാരണം പ്രധാന ബലിപീഠത്തിന്റെ അവിടെ ആ ബലിപീഠമാണ് എല്ലാത്തിന്റെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സ്ഥലം. മാത്രമല്ല പഴയ പള്ളികളൊക്കെ ദേവാലയം വിരിയിട്ട് മറച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഈ സക്രാരി കാണാനായിട്ട് കഴിയുകയില്ല. അവിടെ അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. മറച്ചൊരു കപ്പേളയിലാണ് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത്. അവിടെയാണ് കർത്താവിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നത്. പ്രധാന കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിലല്ല. ഞാൻ അത് പറഞ്ഞു വന്നത്, സക്രാരിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോ നമ്മൾ ഇങ്ങനെ പലരും കളിയാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സക്രാരി പ്രധാനപ്പെട്ട മാറി കർത്താവിനെ ഇകഴ്ത്തുകയാണ്, കർത്താവിനെ പരിഹസിക്കുകയാണ്, ആക്ഷേപിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഈ 19 നൂറ്റാണ്ടും നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും കർത്താവിനുള്ള സ്നേഹത്തിൽ ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റൊരു സഭയുടെ പാരമ്പര്യം നമ്മൾ സ്വീകരിക്കുന്ന തെറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തനത് പാരമ്പര്യങ്ങളെ ആക്ഷേപിക്കുന്നതും അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതും ശരിയായ രീതിയല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ബേസ് ഗസെ, ബേത്ത് ഗട്സെ. ബേത്ത് എന്ന ഹീബ്രുവില് അത് സുറിയാനിലാകുമ്പോൾ ബേസ് എന്നാകും. ഗട്സെ എന്നത് ട്രഷർ, നിധി. ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, ഭവനം, ഗൃഹം. അപ്പോൾ നിധിയുടെ വീട്, നിക്ഷേപത്തിന്റെ ഗൃഹം എന്നൊക്കെ ആക്ഷരികം. നിക്ഷേപാലയം എന്ന് പറയും. കാസിയും പീലാസിയും ഒരുക്കുന്ന സ്ഥലമാണത്. മധുബഹയുടെ തെക്കേ ഭിത്തിയിലും വടക്കേ ഭിത്തിയിലും സജ്ജമാക്കുന്ന ഇടമാണത്. ആർച്ച് ഡീക്കനായ അച്ഛനോ ശംശാനമാരോ ഡീക്കന്മാരോ കാറോസൂസയുടെ സമയത്ത് കാസിയിൽ വീഞ്ഞും വെള്ളം ഒഴിച്ച് തയ്യാറാക്കുന്നതും പീലാസയിൽ ഓസ്തി നിക്ഷേപിക്കുന്നതും ഈ ബെസ്ഗസെ എന്നറിയപ്പെടുന്ന നിക്ഷേപാലയത്തിൽ വെച്ചാണ്. എന്നിട്ട് കാറോസൂസയുടെ സമയത്ത് അത് സജ്ജീകരിച്ചു കഴിഞ്ഞിട്ട് ഓനിസദ് റാസെ, ദിവ്യരഹസ്യ ഗീതം ഓനിസദ് റാസെ പാടുമ്പോൾ ഈ സജ്ജമാക്കപ്പെട്ട കാസിയും പീലാസിയും ആൾത്താരളിക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരികയും സമർപ്പിക്കുകയും ചെയ്യുന്നു. 1955 തന്നെ സുറിയാനി കത്തോലിക്ക പള്ളികളിൽ ബെസ്ഗസ വേണമെന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നീട് ആ നിർദ്ദേശം ആവർത്തിക്കപ്പെട്ടു. 1959 റോമയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ ഖൂദാശ, ഓർദോ സെലബ്രാസിയോനിസ് ഖൂദാശ, എക്ലേസിയ സീറോ മലബാറൻസിസ്, സീറോ മലബാർ സഭയുടെ കൂദാശ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ 1959 റോമയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ്. ഇതിലെ നാലാമത്തെ കാര്യം മൂന്നാമത്തത്
4-ാമത്തെ പേജ്. മധുബക്കയുടെ വടക്ക് വശത്ത് 1-ാമത്തെ ബേസ്ഗസായോ ഗാസോ ഫൈലാസിയും എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. അതിന് പകരം ഒരു മേശയോ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് മുകളിൽ പീലാസിയും കൂതാശ ചെയ്യേണ്ട അപ്പവും വെക്കുന്നു. തെക്ക് വശത്ത് വേറൊരു ബേസ്ഗസയോ അതിന് പകരം ഒരു മേശയോ വെച്ചിരിക്കണം. അതിന്മേൽ കാസയും വീഞ്ഞും വെള്ളവും ഉള്ള പാത്രങ്ങളും വെച്ചിരിക്കുന്നു. വടക്ക് വശത്തെ ബേസ്ഗസായിൽ കൈ കഴുകാനുള്ള വെള്ളവും കൈ തൂവാലയും വെച്ചിരിക്കണം. 1955 നിർദ്ദേശം നൽകി. 1959 ഇത് റോമിൽ നിന്ന് അച്ചടിച്ച് നൽകിയതാണ്. ഖുദാശ എന്നാണ് പറയുന്നത്. ഓർദോ സെലബ്രാസിയോനിസ്, ആഘോഷങ്ങളുടെ ക്രമം. സീറോ മലബാർ സഭയില്, സുറിയാനി കത്തോലിക്ക സഭയില്. ഇത് 1959 എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് 1964 അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടതാണ്. എന്നിട്ടും നമ്മുടെ പല പള്ളികളിലും ഇതായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇക്കാര്യം 1983 വത്തിക്കാൻ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റില്. ലത്തീൻ സഭയിലും ഇതിന്റെ ഒരു പ്രതിഫലനം കാണാം. ബലിവസ്തുക്കൾ തയ്യാറാക്കുന്നത് ബലിപീഠത്തിൽ വെച്ചാണെങ്കിലും വചനശുശ്രൂഷ കഴിഞ്ഞേ അവ ആൾക്കാരിലേക്ക് കൊണ്ടുവരൂ. ആൾത്താരക്കുട്ടികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ കൊണ്ടുവരുന്നത് വചനശുശ്രൂഷ കഴിഞ്ഞിട്ടാണ്. കാസിയും ബിലാസിയും എല്ലാം ആൾത്താരിലേക്ക് കൊണ്ടുവരികയുള്ളൂ. എന്ന് വെച്ചാൽ അതുവരെ വെച്ചിരിക്കുന്നത് മറ്റൊരു മേശയിലാണ്. അപ്പൊ ലത്തീൻ സഭയിൽ പോലും ഈ വേറൊരു മേശയിലാണ് ഈ നിക്ഷേപങ്ങള്, ദിവ്യരഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ആൾത്താരിലേക്ക് കൊണ്ടുവരികയാണ്. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രമുള്ള സുറിയാനി കത്തോലിക്ക സഭയില് തീർച്ചയായിട്ടും ബേസ്ഗസ വേണം. ബലിവസ്തുക്കൾ മറ്റൊരു ബേസ്ഗസയിൽ ഒരുക്കുന്നതിനും പ്രദക്ഷിണമായി ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിനും ദൈവശാസ്ത്രവും പ്രതീകാത്മകതയുമുണ്ട്. അന്ത്യവിരുന്നന്റെ വേദിയിൽ നിന്ന് കാൽവരിലെ കുരിശിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയും കബറടക്കത്തിലേക്കുള്ള എടുക്കപ്പെടലും പ്രകാശിപ്പിക്കുകയാണ് ഇതിലൂടെ. ബലിവസ്തുക്കള് മറ്റൊരു ബേസ്ഗസയിൽ ഒരുക്കുന്നതിനും പ്രദക്ഷിണമായി ആൾക്കാരിലേക്ക് കൊണ്ടുവരുന്നതിനും ദൈവശാസ്ത്രമുണ്ട്, പ്രതീകാത്മകതയുണ്ട്. അന്ത്യവിരുന്നിന്റെ വേദിയിൽ നിന്ന്, അന്ത്യത്താഴ വിരുന്നിൽ നിന്ന്, ആ ഊട്ടുമുറിയിൽ നിന്ന് കാൽവരിലെ കുരിശിലേക്കുള്ള ക്രിസ്തുവിന്റെ യാത്രയും കബറിലേക്ക് എടുക്കപ്പെടലും അത് രണ്ടും പ്രകാശിപ്പിക്കുകയാണ് ഈ ദിവ്യരഹസ്യങ്ങള് ബേസ്ഗസായിൽ നിന്ന് ആൾക്കാരിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരുമ്പോൾ. അത് ഒരുക്കേണ്ട സമയവും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. കാറോസയുടെ സമയത്താണ് ആർച്ച് ഡീക്കനോ അല്ലെങ്കിൽ സഹകാർമ്മികരോ അല്ലെങ്കിൽ ശംശാനമാർന്ന് പറഞ്ഞ ഡീക്കന്മാരോ അത് സജ്ജമാക്കുന്നു. ഓനിസാദ് റാസയുടെ ദിവ്യരഹസ്യ ഗീതങ്ങളുടെ സമയത്ത് അവ പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ഈ ലത്തീൻ സഭയിൽ പോലും അതിന്റെ ഒരു ഷാഡോ, ഒരു നിഴല് പോലെ അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാരിലല്ല അതെല്ലാം കൂടി കൊണ്ടുവയ്ക്കുന്നത്, മറിച്ച് മറ്റൊരു മേശയിൽ നിന്ന് കൊണ്ടുവരികയാണ്. സുറിയാനി കത്തോലിക്ക സഭയിൽ അതിന് വളരെ ആഘോഷപൂർവകമായ ഒരു രീതിയുണ്ട്. അത് അതിന്റെ അന്തസ്സിൽ ചെയ്യുമ്പോഴാണ് ആ പോക്കും വരവും കൊണ്ടുവരവും എല്ലാം ഇതൊന്ന് പറഞ്ഞു കൊടുത്ത് വർഷത്തിൽ 1-2 പ്രാവശ്യം ഇത് പറഞ്ഞു കൊടുത്താൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ആഞ്ഞ് പ്രവേശിക്കുകയും മനസ്സിൽ രൂപപ്പെടുകയും അവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇത് കാണുമ്പോഴൊക്കെ കുട്ടികൾ ചോദിക്കും, എന്താ അച്ഛൻ അങ്ങോട്ട് പോയി, എന്റെ ഇങ്ങോട്ട് പോയേ. അപ്പം മുതിർന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. നിങ്ങൾ ഈ വീഡിയോയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതിന്റെ ദൈവശാസ്ത്രം എല്ലാവരും ഒന്ന് അറിയിക്കണം, പഠിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണി പ്രബലച്ചൻ. ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബേമയെക്കുറിച്ചാണ്. ബേമ, വചനവേദി എന്ന് അതിനെ വിശേഷിപ്പിക്കാം. എന്റെ ബാച്ചുകാര് പട്ടം കിട്ടിയത് 1989 ബാച്ച് വടവാതൂർ സെമിനാരിൽ നിന്ന്. അപ്പൊ ഞങ്ങളുടെ ബാച്ചുകാർ തന്നെ അതിൽ ഒരു മുക്കാഭാഗം ആളുകൾ പ്രസംഗങ്ങൾ എഴുതി എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാനത് എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകം, പ്രസംഗങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു പുസ്തകം തയ്യാറാക്കി. അപ്പൊ ഞാൻ എന്റെ ബാച്ചുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകത്തിനൊരു പേര് നിർദ്ദേശിക്കാമോ? അപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള ചില ബാച്ചുകളുടെയൊക്കെ അച്ഛന്മാർ തന്നെ, വടവാതൂർ സെമിനാർ പ്രൊഫസേഴ്സ് തന്നെ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ഒന്നും സാധിച്ചില്ല. അപ്പം എന്നോട് ഇറക്കാൻ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ വചനവേദിയിൽ വിതയ്ക്കപ്പെട്ട വചനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈബിൾ വിജ്ഞാനകോശത്തിന്റെ
ഏകദേശം പണികളൊക്കെ പട്ടത്തിന് മുമ്പ് തന്നെ ഞാൻ പൂർത്തിയാക്കിയിരുന്നു. പ്രസിദ്ധീകരിച്ചത് പട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ എന്നോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പേര് നിർദ്ദേശിക്കാമെന്ന് ചോദിച്ചു ഞങ്ങളുടെ ബാച്ചുകാരോട്. അപ്പോൾ കോതമംഗലം രൂപതയിൽപ്പെട്ട നിക്കോളസ് മൂലശ്ശേരിലച്ചൻ, എൻ്റെ ബാച്ചുകാരൻ, പുള്ളിയാണ് വചനവേദിയിൽ എന്ന് പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ വചനവേദിയിൽ എന്ന പേരിൽ ഞാൻ എഡിറ്റ് ചെയ്തതും എൻ്റെ ബാച്ചുകാരിൽ കുറേ പേര് തയ്യാറാക്കിയതുമായ പ്രസംഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് 4-5 എഡിഷൻസ് ആയിട്ടുണ്ട്. വചനവേദി ബേമ ഹൈക്കലയുടെ നടുവിലാണ് ബാച്ച് സജ്ജീകരിക്കുന്നത്. ഹൈക്കല എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതീകമാണ്, മനുഷ്യർ നിൽക്കുന്ന സ്ഥലം. അതിന്റെ നടുവിലാണ് ഈ ബേമ സജ്ജീകരിക്കുന്നത്. എന്നാൽ ഈ പണ്ടത്തെ പള്ളികൾ പുഷ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും. ഈ ഹൈക്കലയുടെ ജനങ്ങൾ നിൽക്കുന്ന ഇതിന്റെ നടുഭാഗത്ത് ഒരു പുൾപിറ്റ്, ഒരു പുഷ്പം എന്ന് പറയും, പഴയ പള്ളികളിൽ കാണും. അത് അവിടെ പ്രസംഗിക്കാൻ, അന്ന് മൈക്കൊന്നില്ലാത്തപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി സൗകര്യം എന്നാണ് വിചാരിച്ചിരുന്നത്. അത് മാത്രമല്ല അതിനർത്ഥം, മറ്റർത്ഥങ്ങളുണ്ട്. ഈ പുഷ്പം എന്നുള്ളത് ഒരു ലത്തീൻ സഭയുടെ പാരമ്പര്യമാണ്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ബേമ ഈ ഹൈക്കലിന് നടുവിലാണ്. സത്നയില് സെന്റ് എഫ്രൈംസ് തിയോളജിക്കൽ കോളേജിൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ഹൈക്കലിന് നടുവിലാണ്. ഞാനവിടെ 3 വർഷം പഠിപ്പിച്ചിട്ടുണ്ട് സെമിനാരിയിൽ, സത്ന രൂപതയുടെ സെമിനാരി. അതൊരു ചെറിയ റീജിയണൽ സെമിനാരി പോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ സെന്റ് എഫ്രൈംസ് തിയോളജിക്കൽ കോളേജ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഹൈക്കലയുടെ അറ്റത്ത്, കെസ്ത്രോമയുടെ തൊട്ട് താഴെ ആ സ്ഥലത്ത് ബേമ സജ്ജീകരിക്കാനായിട്ട് അനുവാദമുണ്ട്. അപ്പം നടുവിൽ എന്നതിന് പകരം ഈ ഹൈക്കലയുടെ അറ്റത്ത്, അതായത് അത് കഴിഞ്ഞ് പിന്നെ കെസ്ത്രോമ, പിന്നെ മധുബക. അപ്പോൾ കെസ്ത്രോമയ്ക്ക് മുമ്പായിട്ട് ഈ വചനവേദി സംവിധാനം ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. ഈ ഭൂമിയുടെ പ്രതീകമാണ് ഹൈക്കല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ നടുവിലുള്ള ഭൗമിക പർദീസായുടെ പ്രതീകമാണ് ഈ വചനവേദി എന്ന് പറയുന്നത്. ഭൗമിക പർദീസ. മധുബക സ്വർഗീയ, ഭൗമിക പർദീസ അല്ല, ഭൗമിക ജെറൂസലം. മധുബക സ്വർഗീയ ജെറൂസലമാണ്. അപ്പൊ സ്വർഗീയ ജെറൂസലമിലേക്ക് ഭൗമിക യെറൂസലമിലൂടെ വേണം പ്രവേശിക്കാനായിട്ട്. ഭൗമിക യെറൂസലമിന്റെ പ്രതീകമാണ് ഈ വചനവേദി എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുക, സ്വർഗീയ ജെറൂസലമായ മധുബയിലേക്ക് പ്രവേശിക്കാൻ ഭൗമിക യെറൂസലമിലൂടെ പോകണം. കാരണം കർത്താവ് ഭൗമിക യെറൂസലമിലാണ്. അവൻ ആ നഗരത്തിന് പുറത്ത്, ഭൗമിക യെറൂസലമിന്റെ നഗരത്തിന് പുറത്താണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. യെറൂസലമിന് പുറത്ത് വെച്ച ഒരു പ്രവാചകൻ കൊല്ലപ്പെടാൻ സാധിക്കില്ലല്ലോ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യെറൂസലേം, ഭൗമിക യെറൂസലേം വളരെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. അത് പ്രതീകാത്മകമായിട്ടും ആത്മീയമായിട്ടും പ്രകാശിപ്പിക്കുകയാണ് ഈ ബേമ ഹൈക്കലയുടെ നടുവിലോ അല്ലെങ്കിൽ ഒരറ്റത്തായിട്ടോ സംവിധാനം ചെയ്യുമ്പോൾ. ഈ ബേമ അല്ലെങ്കിൽ ഭൗമിക യെറൂസലേം എന്ന് പറയുന്നതിന് വേറെ ചില പ്രതീകങ്ങൾ കൂടിയുണ്ട്. തിരുവചനങ്ങൾ ഇല്ലേ നൽകപ്പെടുന്ന സ്ഥലം എന്നർത്ഥമുണ്ട്. സിയോനിൽ നിന്ന് കർത്താവിന്റെ സുവിശേഷം അല്ലേ പുറപ്പെടുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സിയോനിൽ നിന്ന് എന്ന് വെച്ചാൽ യെറൂസലേം നഗരം സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ നിന്ന് 10 കൽപ്പനകൾ നൽകപ്പെട്ട സീനായ് മലയുടെ പ്രതീകവും അതിനകത്തുണ്ട്. അവിടെ നിന്ന് ദൈവത്തിന്റെ വചനങ്ങളും ദൈവകൽപ്പനകളും വിശ്വാസികൾ കേൾക്കുന്നു. ഈ വചനവേദിയായ ബേമയിൽ ഒരു മേശ സംവിധാനം ചെയ്യണം. അതിനെ ചെറിയ കാൽവരി, ചെറിയ ഗൊൽഗോഥ എന്നാണ് അതിന് വിളിക്കുക. ചെറിയ കാൽവരി, ചെറിയ ഗൊൽഗോഥ എന്നൊക്കെ വിളിക്കും. കുരിശ് നാട്ടിയ ചെറിയ കുന്നിനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെ നിന്നും, കുരിശിൽ നിന്നും 7 വചനങ്ങൾ കർത്താവ് ചൊല്ലിയതുപോലെ ഈ ചെറിയ ഗൊൽഗോഥായിൽ നിന്നും കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുകയാണ്. അവിടെ ഈ ബേമയിൽ പഴയ നിയമം വായിക്കാനുള്ള ഒരു പീഠം, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിക്കാനുള്ള മറ്റു ലേഖനങ്ങളും വെളിപാടൊക്കെ വായിക്കാനുള്ള ഒരു പീഠം, അതിനെ ബേത്ത് ഖാറോയെ എന്ന് പറയും. ബേത്ത് ഖാറോയെ, വചനപീഠങ്ങൾ വേണം. പഴയ നിയമത്തിൽ ഇല്ലേ ഒരു പഴയ നിയമത്തിന്റെ വായനകൾ, മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നോ പ്രവാചക പുസ്തകങ്ങൾ വായിക്കാനുള്ള വായനകൾ, പിന്നെ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്നോ വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാനുള്ള പീഠം, അതിനെയാണ് ബേത്ത് ഖാറോയെ എന്ന് പറയുന്നത്. പിന്നെ മെത്രാനും വൈദികർക്കും മറ്റും ഇരിക്കാനുള്ള പീഠങ്ങള് മാർത്തോമാ സ്ലീവ. പിന്നെ പഴയ നിയമത്തെയും, അതായത് പഴയ ഉടമ്പടിയെയും പുതിയ നിയമത്തെയും പുതിയ ഉടമ്പടിയെയും പ്രതിനിധാനം ചെയ്യുന്ന 2 തിരികള്, മെഴുകുതിരികള്. ഇത്തരം സംഗതികളാണ് ഈ ബേമയിൽ സംവിധാനം ചെയ്യുന്നത്. മെത്രാനോ വൈദികർക്കോ മറ്റുള്ളവർക്കൊക്കെ ഇരിക്കാനുള്ള പീഠങ്ങള്, പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും പ്രധാനം ചെയ്യുന്ന 2 തിരികള്, മാർത്തോമാ സ്ലീവ. ഈ ചെറിയ ഗൊൽഗോഥയുടെ മുകളിൽ അങ്ങനെ ആ സങ്കല്പമാണ്. പിന്നെ
കുരിശിലേക്ക് നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ള ആ സങ്കല്പമുണ്ട്. പഴയ നിയമം വായിക്കാനുള്ള പീഠം ഞാൻ പറഞ്ഞല്ലോ, ബേത്ത് കാറോയെ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകത്തിൽ നിന്നും വായിക്കുന്നു. പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നിന്നും വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നും മറ്റൊരു പീഠത്തിൽ നിന്ന് ബേത്ത് കാറോയെ രണ്ടാമത്തെ വായിക്കുന്നു. സുവിശേഷം വായിക്കുന്നത് ബേമയിലെ ആ മേശയിൽ നിന്നുമാണ്. ഞാൻ പറഞ്ഞു, ഗോൽഗോഥായുടെ പ്രതീകമായ നടുവിലെ മേശയിലാണ് സുവിശേഷം വായിക്കുന്നത്. കുരിശിൽ നിന്നുള്ള മൊഴികളാണ് അതിന്റെ സൂചന. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ വായനകൾക്ക് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. മറ്റൊരു ദൈവശാസ്ത്രം കൂടി ആവിഷ്കരിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. സ്വർഗീയ ജെറൂസലേമിൽ നിന്നും ഭൗമിക ലോകത്തിലേക്കും ഭൗമിക ജെറൂസലത്തേക്കും കർത്താവ് വന്നു. ഇത് സൂചിപ്പിക്കാനായിട്ട് ബലിപീഠത്തിൽ നിന്നും അൾത്താരിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും പ്രദക്ഷിണമായിട്ട് ഈ ബേമയിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞ് അവൻ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞ് അവൻ മരിച്ച് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, സ്വർഗീയ ജെറൂസലമിലേക്ക് സംവഹിക്കപ്പെട്ടു. അപ്പൊ ഈ സുവിശേഷ പുസ്തകം തിരിച്ചു കൊണ്ടുപോയി ബലിപീഠത്തിൽ തന്നെ സ്ഥാപിക്കുന്നു. അപ്പൊ ഇത് കർത്താവ് ഭൂമിയിലേക്ക് വന്നു, സുവിശേഷമായിട്ട് വന്നു, സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞ് അവൻ തിരിച്ച് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുവശത്ത് ഇരുന്നു. ആ പ്രതീകമാണ് ഈ പ്രദക്ഷിണം. എന്തൊരു വലിയ ദൈവശാസ്ത്രമാണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ, ഈ പ്രതീകാത്മക പ്രവൃത്തിയിലൂടെ പ്രഘോഷിക്കുന്നത്. നമ്മൾ 100 വട്ടം പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇത്. പക്ഷെ ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോരാ. ഞാനിരുന്ന എല്ലാ പള്ളികളിലും ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് 1.5 വർഷത്തോളം എടുക്കും ഞാൻ ഈ കുർബാനയെക്കുറിച്ച്. ഏത് പള്ളികളിൽ ഞാൻ വികാരിയായിട്ട് ഇരുന്നപ്പോഴും കൊച്ചനായിരുന്നപ്പോഴും ഞാനിത് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ 1.5 വർഷം ഈ ഞായറാഴ്ച പ്രസംഗങ്ങൾ ലിറ്റർജിയുടെ ട്രെയിനിങ് ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പോയതിനു ശേഷം വരുന്ന അച്ഛന്മാരിത് അവരെ ഓർമ്മപ്പെടുത്താത്തത് കൊണ്ട് പലരും വിട്ടുപോയിട്ടുണ്ടാവും, മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ മിക്കവാറും കുറെ പേരെങ്കിലും നോട്ട് പുസ്തകവുമായിട്ടാണ് കുർബാനയ്ക്ക് വരിക. പ്രസംഗത്തിൽ സേവതാർ നോട്ട് എടുക്കും. ഞാൻ ആദ്യത്തെ പള്ളിയിൽ മാളയിൽ കൊച്ചനായിരിക്കുമ്പോൾ ഒരു 10-15 പേര് എന്റെ 2 കുർബാനയ്ക്ക് വരുമായിരുന്നു. രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് പിന്നെ വൈകിട്ടുള്ള കുർബാനയ്ക്ക് വീണ്ടും വരും. രാവിലെ അവര് എഴുതിയെടുത്തപ്പോൾ പലയിടത്തും ഞാൻ നല്ല സ്പീഡിലാണല്ലോ പറയുന്നത്, പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് വൈകിട്ട് വന്ന് ഞാൻ എന്താണ് പറയുന്നത് വീണ്ടും അത് അവർ കുറിച്ച് വെക്കുമായിരുന്നു. പിന്നെ ചില പുതിയ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ പുതിയ കാര്യങ്ങളും ഞാൻ അങ്ങനെ പറയുമായിരുന്നു. ചുരുക്കത്തില് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് കാരണം ഇത് മനസ്സിൽ പതിയാൻ കുറെ സമയം എടുക്കും. പിന്നെ നമുക്ക് ഓർത്തിരിക്കാനൊക്കെ സമയം, നമുക്ക് പരിമിതികളുണ്ടല്ലോ. ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തില് ബെനഡിക്ട് പതിനാറാമൻ ലത്തീൻ സഭയിലും ശരിയായ വചനവേദി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 50-50 ഫോർമുല അത് 2000 പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകമാണ് ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുന്ന ഏകീകൃത ഫോർമുല അത് നമ്മൾ 1999 നമ്മൾ സിനഡ് തീരുമാനിച്ചതാണ്. 1999 അതിനു മുമ്പ് തന്നെ അതിന്റെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണോ അല്ലെന്ന് അറിഞ്ഞുകൂടാ. ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത ഫോമാണ് കുർബാനയുടെ സ്ട്രക്ചറിന് ഏറ്റവും നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കാരണം വചനവേദിയിൽ നിന്നുകൊണ്ടും വചന ശുശ്രൂഷ, അതായത് ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വഴിയിൽ നടന്നുകൊണ്ട് അവൻ വചനം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഭവനത്തിലെത്തിയപ്പോൾ അനാഫറ അവൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പോൾ വചനവേദിയിൽ വെച്ചിട്ട് ബേമയിൽ വെച്ച് വചന ശുശ്രൂഷയും അനാഫറ ഈ ബലിവേദിയിൽ വെച്ച് നടത്തുന്നത് അത് ദൈവശാസ്ത്രപരമായിട്ട് ഏറ്റവും ഉന്നതമായ ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജിയിൽ പറയുന്നുണ്ട്. ചുരുക്കത്തില് ബേമ എന്ന സങ്കല്പം, ആംബോ എന്ന് ലത്തീനിൽ പറയും, ആ സങ്കല്പം ശരിയായ തരത്തിൽ ലത്തീൻ സഭയിലും കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തില്. പണ്ടെന്ന പോലെ ഇപ്പോഴും ഈ പൗരസ്യ സഭകളിൽ നിന്നാണ് മറ്റ് സഭകൾ പലതും പഠിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹത്വം, നമ്മളുടെ കയ്യിലുള്ള നിധിയുടെ മൂല്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഈ ഈ പരദേശി പ്രേമം കൊണ്ടു നടക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ള ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പ്രശ്നവും ഈ പരദേശി പ്രേമമാണ്. നമ്മുടെ നിധിയെക്കുറിച്ചുള്ള ആ നിധിയുടെ മൂല്യം എന്താണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ അതിന് വെറുതെ കൽദായവൽക്കരണം എന്ന് പറഞ്ഞ് കളിയാക്കി, എന്നാൽ കൽദായവൽക്കരണം പോലും എന്താണെന്ന് അറിയാതെ ഈ അന്ധമായിട്ടുള്ള എതിർപ്പുമായിട്ട് നടക്കുകയാണ്. ചുരുക്കത്തില് വചനവേദി, ബേമ, ചെറിയ ഗൊൽഗോഥ, ബേത്ത് ഖാറോയെ, ഇതെല്ലാം എന്ത് രസകരമായ ദൈവശാസ്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുക, നിങ്ങൾക്ക് അതിന്റെ മഹത്വം മനസ്സിലാകും. ആ മഹത്വം മനസ്സിലാക്കി, നമ്മുടെ നിധി മനസ്സിലാക്കി, നമ്മുടെ കയ്യിലുള്ള നിധി, ലിറ്റർജി എന്ന നിധി മനസ്സിലാക്കി ലിറ്റർജിയിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മധുബകയുടെ 3 പടികളാണ്. ഹൈക്കല, ജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം, അതിൽ നിന്ന് ഒരു പടി ഉയർന്ന് കെസ്ത്രോമ, കൊയർ, ഗായക സംഘം, മാലാഖമാരെ പ്രതിനിധാനം ചെയ്യുന്ന ഗായക സംഘം നിൽക്കാനുള്ള സ്ഥലം, അവിടെ നിന്ന് 3 പടികൾ ഉയർന്നിട്ടാണ് മധുബക. സ്വർഗീയ യെരൂസലേമിന്റെ പ്രതീകമാണ് മധുബക. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. ഈ 3 പടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള സോപാന പടികളാണ്. സോപാനം എന്ന് വെച്ചാൽ ഗോവണി. ഈ ക്ഷേത്രങ്ങളിലൊക്കെ സോപാനത്തിൽ നിന്നുകൊണ്ട് പാട്ടുപാടുക എന്നൊരു ചൊല്ലുണ്ട്. സോപാന ഗീതം, സോപാന സംഗീതം. അതായത് ആ ചവിട്ടുപടിയുടെ ഏറ്റവും താഴെയുള്ള, സോപാനത്തിന്റെ ഏറ്റവും താഴെയുള്ള ചവിട്ടുപടി നിന്നുകൊണ്ടാണ് ഗാനം ആലപിക്കുക. നമ്മുടെ കെസ്ത്രോമയുള്ള സങ്കല്പവും അത് എത്ര രസകരമാണെന്ന് നോക്കിയാൽ, ഏറ്റവും താഴത്തെ പടി കെസ്ത്രോമ, അത് കഴിഞ്ഞിട്ട് 3 പടികൾ. അത് സ്വർഗത്തിലേക്കുള്ള ഗോവണിയുടെ പ്രതീകമാണ് ഒന്നാമത്തത്. ഉൽപ്പത്തി പുസ്തകം 28:12 യാക്കോബ് സ്വർഗം വരെ മുട്ടി നിൽക്കുന്ന ഒരു ഗോവണി കണ്ടു. ആ ഗോവണിയുടെ പ്രതീകമാണിത്. ആ ഗോവണി ഇങ്ങനെയുള്ള സാധാരണ നമ്മൾ കാണുന്ന ഒരു ഗോവണി അല്ലെന്നും അത് ദൈവവും മനുഷ്യനും പാപരഹിതനുമായ യേശുക്രിസ്തുവാണെന്നും യോഹന്നാന്റെ സുവിശേഷം 1:51 പറയുന്നുണ്ട്. നഥാനിയേലിനോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, മാലാഖമാര് അവന്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. ആരുടെ മേൽ? മനുഷ്യപുത്രന്റെ മേൽ. മനുഷ്യപുത്രൻ ഇല്ലേ? മനുഷ്യപുത്രൻ മനുഷ്യന്റെ മകൻ, എന്നുവെച്ചാൽ പൂർണ്ണമായ മനുഷ്യൻ. പക്ഷെ അവൻ സ്വർഗത്തിലാണ്. ദാനിയേൽ പുസ്തകം പറയുന്നത് അവൻ സ്വർഗത്തിലാണ് എന്ന് വെച്ചാൽ സ്വർഗവും ഭൂമിയും ആരുടെ മേലാണ് കവിഞ്ഞു കിടക്കുന്നത്? ആ ആളാണ് മനുഷ്യപുത്രൻ. ഇല്ലേ? സ്വർഗവും ഭൂമിയും ആരുടെ മേലാണ് കവിഞ്ഞു കിടക്കുന്നത്? ദൈവത്വവും മനുഷ്യത്വവും ആരിലാണോ പൂർണ്ണമായ തോതിലുള്ളത് അവനാണ് മനുഷ്യപുത്രൻ. അതാണ് സ്വർഗം വരെ മുട്ടുന്ന ഗോവണി. ആ ഗോവണിയുടെ പ്രതീകമാണ് ഈ 3 പടികൾ. യോഹന്നാൻ മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഞാനാണെന്ന്, ഗോവണി ഞാനാണെന്ന് യേശുക്രിസ്തുവിനെ പറഞ്ഞിട്ടുണ്ട്. ആരോട്? തോമസ് ലീഹായോട്. അപ്പൊ അതും നമ്മൾ ആവിഷ്കരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ. തീർന്നില്ല. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ബേമ എന്ന് പറയുന്നത് ചെറിയ ഗൊൽഗോഥ എന്നാണ്. ചെറിയ ഗൊൽഗോഥ. ആ ഗൊൽഗോഥയിൽ കുരിശ് നാട്ടി അവിടെ നിന്നും അതിന്റെ കുറച്ച് അപ്പുറം മാറിയിട്ടാണ് കർത്താവിന്റെ കബറിടം, കർത്താവിനെ അടക്കിയ കബറിടം. ആ കബറിടത്തിന്റെ പ്രതീകമാണ് ബലിപീഠം നമ്മൾ കണ്ടു. അപ്പോ ഈ ചെറിയ കുന്നിൽ നിന്ന്, ഗൊൽഗോഥായിൽ നിന്ന് കബറിടത്തിലേക്കുള്ള ആ യാത്ര, അതും സൂചിപ്പിക്കുന്നുണ്ട് ഈ 3 പടികൾ. അതുകൊണ്ട് കാൽവരിയുടെ പ്രതീകവുമാണ് ഈ 3 പടികൾ. ബേമ എന്ന ചെറിയ ഗൊൽഗോഥായിൽ നിന്ന് ഈ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള കയറ്റം അല്ലെങ്കിൽ ഇറക്കം, ശരിക്ക് ചരിത്രപരമായി നോക്കിയാൽ ഭൂമിശാസ്ത്രപരമായി ഇറക്കമാണ്. പക്ഷെ ഇവിടെ അത് കയറ്റമാണ്. കാരണം മരണം ഇല്ലേ? മരണത്തിലൂടെ അവൻ കബറിടത്തിലേക്ക് പോകുന്നു ഇല്ലേ? സ്വർഗത്തിൽ നിന്ന് വന്നവൻ ഭൂമിയിലേക്കും പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ നമ്മൾ സ്വർഗത്തിലേക്ക്, അതേ കബറിടത്തിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് പോവുക. ആ കബറിടത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്യന്തിക വെളിപാട് നൽകിയത്. എന്താണ്? പുത്രൻ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി. ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. അതിനാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ച് പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. ഇതാണ് ഏറ്റവും ആത്യന്തികമായ വെളിപാട്. ഇതെല്ലാം നടന്നത് ആ കബറിടത്തിലാണ്. അതിനാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട ഇടമാണ് ഈ കബറിടം. അതാണ് 3 പടികള്, പരിശുദ്ധ തൃത്വത്തിന്റെ പ്രതീകം. പരിശുദ്ധ തൃത്വത്തിന്റെ പ്രതീകം. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള സോപാനം അല്ലെങ്കിൽ ഗോവണിയുടെ പ്രതീകം, കാൽവരിയുടെ പ്രതീകം, കബറിടത്തിലേക്കുള്ള പ്രതീകം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പ്രതീകം. മാത്രമല്ല, ഈ പരിശുദ്ധ തൃത്വം സ്വർഗീയ ജെറുസലേമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ തൃത്വം എന്നുള്ള സങ്കല്പവും സ്വർഗീയ ജെറൂസലേം എന്ന സങ്കല്പവും ഈ സ്വർഗത്തിലേക്ക് സോപാനങ്ങൾ അല്ലെങ്കിൽ ഗോവണി എന്ന സങ്കല്പവും എല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സംഗതിയാണ് 3 പടികൾ. ഈ 3 പടികൾ ചിലര് 4 പടിയാക്കും, ചിലപ്പോൾ ചിലർ 5 ആക്കും, ചിലപ്പോൾ 2 ആക്കും. അതൊന്ന് മനസ്സിലെത്തിയാൽ ഈ 3 പടികളാക്കാൻ പറ്റും. 3 ആക്കിയാൽ അതിന് പരിശുദ്ധ തൃത്വത്തിന്റെയും സ്വർഗീയ ജെറൂസലേമിന്റെയും ഈ സോപാനം, സ്വർഗത്തിലേക്ക് ഗോവണിയുടെയും എല്ലാം അർത്ഥങ്ങൾ വരും. പല അർത്ഥങ്ങൾ ഒരൊറ്റ പ്രതീകത്തിൽ ഇങ്ങനെ ഉൾച്ചേർത്ത് ഇല്ലേ, എന്താ പറയാ, കുത്തി നിറച്ച് വെക്കാൻ പറ്റും.
അത് ഒഴിവാക്കാൻ പാടില്ല. പ്രതീകങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളോട് ചെയ്യുന്നതാണല്ലോ വിശുദ്ധ കർമ്മമാണല്ലോ കൂദാശ എന്ന് പറയുന്നത്. സ്വർഗീയ ജെറൂസലേമിൽ പരിശുദ്ധ തൃത്വം. അപ്പൊ ഈ 3 എന്ന് പറയുന്നതെല്ലാം ഈ പരിശുദ്ധ തൃത്വം, സ്വർഗീയ ജെറൂസലേം, സ്വർഗത്തിലേക്കുള്ള സോപാനം, ഗോവണി, അത് മനുഷ്യപുത്രനായ യേശു തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള ഏക വഴി അവനാണ്. ഈ സംഗതികളെല്ലാം സൂചിപ്പിക്കുന്നതാണ് മധുബകയുടെ 3 പടികൾ. നമ്മൾ ഇനി പള്ളി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ 2 പടിയുള്ളെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദേഷ്യപ്പെടാനൊന്നും പോകണ്ട. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം 3 പടികളാണ് ആദർശപൂർണ്ണമായിട്ടുള്ളത്. അപ്പൊ ഹൈക്കലിൽ നിന്ന് 1 പടി ഉയരത്തിൽ കെസ്റോമ, അവിടുന്ന് 3 പടികൾ. ആ 3 പടികൾ അർത്ഥമാണ് നമ്മൾ ധ്യാനിച്ചത്. ഇതെല്ലാം നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ ഈ ചിന്തകളും വികാരങ്ങളൊക്കെ നമ്മളിലേക്ക് വരണം. നമ്മൾ സ്വർഗത്തിലേക്ക് കണ്ണും നട്ട് ജീവിക്കുന്നു എന്ന സങ്കല്പം കൂടിയാണ്. ഇന്ന് ഞാനൊരു എന്റെ ഒരു കൂട്ടുകാരി സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറയാണ്, ഞങ്ങളുടെ മുമ്പത്തെ വികാരിയച്ഛൻ ഒരു 12-15 മിനിറ്റ് കുർബാന അവസാനിപ്പിക്കും, പ്രാർത്ഥനകളൊക്കെ വെട്ടിച്ചുരുക്കി അവസാനിപ്പിക്കും. ഇപ്പോഴുള്ള വികാരിയച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴുള്ള വികാരിച്ചൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പത്തെ വികാരിച്ചനെ പോലെ 12 മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലാനൊന്നും എനിക്കറിയില്ല. ഈ കൂട്ടുകാരി പറയാണ്, അവളുടെ അമ്മ പറഞ്ഞെന്ന്, 84 വയസ്സുള്ള അമ്മ പറഞ്ഞെന്ന്, നമ്മൾ പള്ളി പോകുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനാ. അവിടെ ചെന്ന് ഒരു ഒപ്പീസ് ചൊല്ലുന്ന നേരം കൊണ്ട് കുർബാന കഴിഞ്ഞ് വരുന്നത് ശരിയാണോ മോളെ? നമുക്ക് കുർബാന പങ്കെടുക്കുന്നത് തോന്നുമോ? തോന്നില്ല. നമ്മൾ പള്ളി പോകുന്നത് പ്രാർത്ഥിക്കാനാ. 1 മണിക്കൂറോളം നമുക്ക് അവിടെ ചെലവഴിക്കുന്ന നമുക്ക് ആഗ്രഹിച്ചുമ്പോൾ ചെല്ലണേ. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞു. പകുതി പ്രാർത്ഥനകൾ വിട്ടുകളഞ്ഞു. ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? ഞാൻ എല്ലാ വർഷവും യൂറോപ്പിൽ നിന്ന് ഒരു 10-35 പേരെ ഞാൻ തോമാസിന്റെ കാൽപാദങ്ങളിൽ ധ്യാനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാ വർഷം കൊണ്ടുപോകാറുണ്ട്. കൊറോണ കാലത്ത് ഒഴിച്ച് ബാക്കി എല്ലാ കൊല്ലവും. ഇക്കൊല്ലം ഉണ്ടായിരുന്നു 36 പേര്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു 36 പേര്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ലത്തീൻകാരാണ് അവരൊക്കെ. ലത്തീൻ കുർബാനയാണ് മിക്ക ദിവസങ്ങളിലും. പക്ഷേ 2-3 ദിവസങ്ങളിൽ സീറോ മലബാർ കുർബാന. ഇത്തവണ ചെന്നൈയില് പെരിയമലയിലും നമ്മൾ സീറോ മലബാർ കുർബാന ഉണ്ടായിരുന്നു, അവിടുത്തെ നമ്മുടെ സീറോ മലബാറിന്റെ പള്ളിയിൽ. അതുപോലെ സാന്തം ബസിലിക്കയില് തോമസ് ലീയുടെ കബറിടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇതിനു മുമ്പ് ഞാനൊരു കുറെ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. മിക്ക വർഷങ്ങളിലും ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ലത്തീൻകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ്? അപ്പം അവര് സീറോ മലബാർ സഭയുടെ കുർബാന പങ്കെടുക്കുന്നു, പറ്റുമ്പോഴൊക്കെ ഞാൻ മലങ്കര സഭയുടെ കുർബാനയിൽ പങ്കെടുക്കുന്നു, അവരെ പങ്കെടുപ്പിക്കുന്നു. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ലത്തീൻ കുർബാന പങ്കെടുക്കുമ്പോൾ ലത്തീൻകാർ തന്നെ ചോദിക്കുക, യൂറോപ്പിൽ ചോദിക്കുക, എന്തുകൊണ്ടാണ് ലത്തീൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലത്തീൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കുന്നത്? ഒരു നന്നായിട്ട് പാട്ടും പാടൊന്നും ഇല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് തീർന്നു. അത് പോരല്ലോ എന്നാണ് അവർ പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ 20 മിനിറ്റിന്റെ കുർബാനയ്ക്ക് 30 മിനിറ്റ് കുർബാനയ്ക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് കുർബാന എന്തെന്ന് അറിയില്ല. കർത്താവിന്റെ അടുത്ത് സമയം നോക്കാതെ ഇരിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഒരു 10-15 മണിക്കൂർ വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാണ് വരുന്നത്. അവർ സമയമല്ല, വെട്ടിക്കുറയ്ക്കലും സമയമല്ല അവർ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് സഭ കൽപ്പിച്ച് നൽകിയത് സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ അതിന്റെ ഭക്തിയോടെ, ഇല്ലേ, നമ്മൾ തന്നെ മറ്റൊരു ലോകത്താണ്, സ്വർഗീയ ലോകത്താണ് എന്ന മട്ടിൽ നിന്നല്ല, ആ ചിന്തയോടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നതാണ്. വൈദികർക്ക് മാത്രമാണ് ഈ ധൃതി. എന്തിനാണ് ധൃതി? എന്തിനാണ് നമ്മൾ വൈദികരാകുന്നത്? കർത്താവിന്റെ ഈ കുർബാന എന്ന വചനപ്രഘോഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. മറ്റെല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് പകരം ഈ യുവാക്കൾ ആകർഷിക്കാനെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കുറെ തമാശയും കൂത്തോ? യുവാക്കൾക്ക് അതല്ല വേണ്ടത്. യുവാക്കൾക്ക് വേണ്ടത് കാര്യഗൗരവത്തിൽ സംഗതികളാണ്. കാര്യഗൗരവമായ സംഗതികളാണ് അവർക്ക് ആവശ്യം. അല്ലാതെ പാട്ടും കൂത്തും അതൊക്കെ ആവശ്യത്തിന് ചിലപ്പോഴേക്ക് വേണ്ടി വരാം. പക്ഷെ അതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. യുവാക്കളും ആഗ്രഹിക്കുന്നത് വചനം കേൾക്കാൻ, വചനത്തിന് ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, അതൊക്കെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഞാനത് പറയുന്നത് അച്ഛന്മാര് ആ തരത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ള മനസ്സ് ഉള്ളത് കൊണ്ടാണ്, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ചുരുക്കത്തിൽ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളെല്ലാം അതിന്റെ ആന്തരിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ആ ഭക്തിയിലും ആ ചിന്തയിലും, ദൈവശാസ്ത്ര ചിന്തയിലും വിശ്വാസത്തിലും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്കും നമുക്ക് തന്നെയും വൈദികർക്ക് തന്നെയും അനുഭവമായിട്ട് മാറും, ദൈവിക അനുഭവമായിട്ട് മാറും. അങ്ങനെ മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ.
നമ്മുടെ ദേവാലയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെസ്ത്രോമ ഹൈക്കല, അതായത് സമൂഹവേദി എന്ന് പറയുന്ന വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം, അത് ഹൈക്കല. അതിൽ നിന്നും ഒരു പടി ഉയർന്നുള്ള സ്ഥലത്തിനെയാണ് മദ്ബഹയ്ക്ക് മുമ്പുള്ള സ്ഥലം ഹൈക്കലയ്ക്ക് മുകളിലായിട്ട്. ഹൈക്കലിൽ നിന്ന് ഒരു പടി ഉയർന്ന് മദ്ബഹയിലേക്ക് എത്തുന്നതിന് മുൻപ് ആ സ്ഥലത്തിനാണ് കെസ്ത്രോമ എന്ന് പറയുന്നത്. ഗായക സംഘത്തിനുള്ള സ്ഥലമാണ്. അതിനാൽ ഇതിനെ ഗായകവേദി എന്ന് പറയാറുണ്ട്. ഗായകവേദി. സ്വർഗത്തില് ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുന്ന ക്രോവന്മാരുടെയും ശ്രാപ്പന്മാരുടെയും മുഖ്യ മാലാഖമാരുടെയും പ്രതീകമൊക്കെയാണ് ഈ ഗായക സംഘം. ഈ മാലാഖമാർക്ക്, സ്വർഗത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന മാലാഖമാർക്ക് അവർക്കൊരു ഹൈറാർക്കി, ഒരു അധികാര ശ്രേണി നിശ്ചയിച്ചിട്ടുണ്ട്. എഫേസസ് ലേഖനത്തിൽ 1:21 കൊളോസസ് ലേഖനത്തിൽ 1:16 അതിന്റെ സൂചനകളുണ്ട്. സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും പ്രഭുത്വത്തിനും എന്നൊക്കെ പൗലോസ് എഫേസസ് ലേഖനത്തിൽ 1:21 പറയുന്നു. കൊളോസസ് ലേഖനം 1:16 പറയുന്നു, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവനിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇതിന്റെയൊക്കെ വെളിച്ചത്തില് 9 വൃന്ദം മാലാഖമാരുണ്ടെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ 9 വൃന്ദം മാലാഖമാരെ 3 വിഭാഗമായി തിരിക്കുന്നു. ഓരോ വിഭാഗത്തിലും 3 ഗണം. ഒന്നാമത്തെ വിഭാഗം ഇതാണ്, ഭക്തി ജ്വാലകന്മാർ. ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിക്കുന്നവർ എന്നറിയപ്പെടുന്ന അഗ്നിരൂപങ്ങളായ ശ്രാപ്പന്മാര്. തിരുസിംഹാസനത്തിന് കാവൽക്കാരായ ജ്ഞാനാധിക്യന്മാരായ കെരൂബുകള്, ക്രോവന്മാര്. നീതിയുടെ സിംഹാസനം അലങ്കരിക്കുന്ന ഭദ്രാസനന്മാര് അഥവാ സിംഹാസനസ്ഥര്, ത്രോണോസ് എന്നൊക്കെ പറയും. ഇതാണ് ആദ്യത്തെ വിഭാഗം. രണ്ടാമത്തത് നാഥകൃത്യന്മാർ, സ്വർഗീയ സൈന്യത്തിന്റെ നേതൃത്വമുള്ള ആധിപത്യങ്ങൾ, ഡൊമീനിയൻസ്. പൈശാചി ശക്തികളെ എതിരിടുന്ന പ്രാമാണികന്മാരായ ശക്തികള്, പവേഴ്സ്. പിന്നെ പ്രപഞ്ചഗതിയുടെ നിയന്ത്രണം നൽകപ്പെട്ടിരിക്കുന്ന ബലവത്തുകളായ പുണ്യവാന്മാർ, വെർച്യൂസ്. ഇതാണ് രണ്ടാമത്തെ വിഭാഗത്തില്. മൂന്നാമത്തെ വിഭാഗത്തില് സമാധാന മാർഗമാർ എന്നാണ് അവന് പറയാം. മൂന്നാമത്തെ വിഭാഗത്തെ ദൈവിക സന്ദേശം കൈമാറുന്ന പ്രാഥമികന്മാരായ പ്രധാനികള്, പ്രിൻസിപ്പാലിറ്റീസ്. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ തുടങ്ങിയ മുഖ്യ മാലാഖമാര്, ആർക്കേഞ്ചൽസ്. പിന്നെ കാവൽ മാലാഖമാർ ഉൾപ്പെടെയുള്ള സാധാരണ മാലാഖമാര്, ഏഞ്ചൽസ്. ഇങ്ങനെ 9 വൃന്ദം മാലാഖമാര്. അതില് ഈ ശ്രാപ്പന്മാരുടെ കുറിച്ച്, സെറാഫുകളെ കുറിച്ച് യെശയ്യായുടെ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ഒരു വിവരണമുണ്ട്. യെശയ്യാ 6:1-4. ഉത്സിയ രാജാവ് മരണമടഞ്ഞ മത്സരത്തിൽ കർത്താവ് ഉയർത്തപ്പെട്ടതും പൊക്കമുള്ളതുമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം രാജമന്ദിരം മുഴുവൻ നിറഞ്ഞു നിന്നു. സെറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് അവർ മുഖം മറച്ചു, 2 ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരുന്നു, 2 ചിറകുകൾ കൊണ്ട് പറന്നു. ഒന്ന് മറ്റൊന്നിനോട് ഉദ്ഘോഷിച്ചു, സൈന്യങ്ങളുടെ യാവേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവിടുത്തെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർത്തു വിളിക്കുന്ന അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു. യെശയ്യായുടെ ഗ്രന്ഥം 6:1-4. അപ്പൊ ഈ സെറാഫുകൾ എന്ന് പറയുന്ന അഗ്നിരൂപന്മാരായ സെറാഫുകള് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സർവ്വഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പറഞ്ഞ് സ്തുതിഗീതങ്ങൾ പാടുന്ന രംഗമാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത്. നമ്മൾ ഈ ഓശാന ഗീതം പാടുമ്പോൾ ഇതിലത്തെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂന്നാം സ്വർഗമായ പറുദീസയുടെ പ്രതീകവുമാണ് ഈ കെസ്ത്രോമ. 2 കൊരിന്തോസ് 12:1-4 വാക്യങ്ങളില് മൂന്നാം സ്വർഗമായ പറുദീസയിലേക്ക് ഞാൻ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ പൗലോസ് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ പ്രതീകമാണ് മദ്ബഹ, സ്വർഗം 7ാം സ്വർഗത്തിന്റെ. അതിന് താഴെ 3ാം സ്വർഗത്തിന്റെ പ്രതീകമാണ് കെസ്ത്രോമ എന്ന് പറയുന്ന പറുദീസ. അപ്പോ അവിടെയാണ് ഈ സെറാഫുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ മറ്റു മാലാഖമാരും അവിടെ തന്നെയാണ്. അതിന്റെ അത് ഈ സ്വർഗത്തിലെ ഈ സ്വർഗീയ ശ്രീകോവിലും ദേവാലയവുമാണ് ഭൂമിയിൽ. അതിന്റെ ഒരു പതിപ്പാണ് ഭൂമിയിൽ.
അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സുറിയാനി കത്തോലിക്ക പള്ളികൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ, 7ാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പറുദീസയിലൂടെയാണ്, 3ാം സ്വർഗത്തിലൂടെയാണ്. അപ്പോൾ സ്വർഗത്തെ സ്പർശിച്ചുകൊണ്ടും ഇഹലോകത്തിന് പ്രതീകമായ ഹൈക്കലിയെ സ്പർശിച്ചുകൊണ്ടും നിൽക്കുന്ന സ്ഥലമാണ് കെസ്ത്രോമ. അപ്പോ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലമാണ് കെസ്ത്രോമ. അവിടെയാണ് നമ്മുടെ ഗായക സംഘം നിൽക്കുന്നത്. ഈ മാലാഖമാര് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് പോലെ ഈ ഗായക സംഘം പാടി സ്തുതിക്കുന്നു. നമ്മളെ പാടാനും പുകഴ്ത്താനും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു സംവിധാനമാണിത്. ഗായക സംഘം ഒരു ലിറ്റർജിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. പഴയ ലത്തീൻ പള്ളികളിലൊക്കെ പുറകില് വലിയ ഓർഗൻ കാണും. പള്ളികൾ ഭയങ്കര വലിയ വിലയുമാണ്, വലിയ ഓർഗൻ കാണും. അത് ബാൽക്കണിയിലാണ്. നമ്മുടെ രീതി അനുസരിച്ച് മദ്ബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് കെസ്ത്രോമ. ഗായക സംഘം നമുക്ക് മുമ്പിൽ നിന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും നമ്മളെ സ്തുതിക്കാനും പുകഴ്ത്താനൊക്കെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗായക സംഘത്തിന് തോന്നിയ പാട്ടുകളൊന്നും പാടാൻ കഴിയില്ല. മറിച്ച് സഭ നിശ്ചയിച്ച് തന്നിരിക്കുന്ന പാട്ടുകൾ. ഇനി വളരെ ഗംഭീരമായി പുതിയ പാട്ടുകൾ വന്നാൽ അത് സഭയുടെ കയ്യിൽ കൊടുത്ത് മെത്രാന്മാർ അംഗീകരിച്ച് അത് വരണം. അപ്പോഴാണ് നമുക്ക് കുർബാനയിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്വർഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ലിറ്റർജിയുടെ ഒരു പൂർവാസ്വാദനമാണ് ഭൂമിയിലെ ലിറ്റർജി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, എങ്ങനെയാണോ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആ തരത്തിലാണ് നമ്മുടെ ദേവാലയങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്, തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ. അതുകൊണ്ട് തന്നെ ഈ തിരുവചനങ്ങൾ വാഗൊണ്ട് പ്രഘോഷിക്കുന്ന മാത്രമല്ല സുവിശേഷ പ്രഘോഷണം. ഈ ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെയും ഘടനകളിലൂടെയും ദേവാലയ ഘടനകളിലൂടെയൊക്കെ വചനപ്രഘോഷണം നടക്കുകയാണ്. തിരുവചനങ്ങൾ അങ്ങനെ തന്നെ ആവിഷ്കരിക്കുകയാണ്. അത് ഗംഭീരമല്ലേ? ഈ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ പ്രതീകങ്ങൾ കൊണ്ടും ഘടനകൾ കൊണ്ടും പ്രഘോഷിക്കുന്നത്? അപ്പൊ ദേവാലയത്തിലേക്ക് വരുമ്പോൾ തന്നെ അറിയാതൊരു വചനപ്രഘോഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം പള്ളികൾ പണിയാനും, ഇനിയുള്ള പള്ളികൾ പണിയാനും. ഇപ്പോഴുള്ളതിലൊക്കെ വലിയ ചെലവില്ലാതെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം തിരുവചനങ്ങളുടെ വെളിച്ചത്തിനും നമ്മുടെ സഭയുടെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിനും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിനും രൂപപ്പെട്ട വിശുദ്ധമായ സംഗതികളാണ്. അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. മാത്രമല്ല നമ്മുടെ തനത് സ്വത്വം, നമ്മുടെ അന്തസ്, നമ്മുടെ തനിമ, നമ്മുടെ അതുല്യമായ മറ്റൊന്നുമായും തുലനം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ദൈവശാസ്ത്ര പ്രകാശനം, ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിന്റെ അടുത്ത ഭാഗം ഹൈക്കല. നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ച ഒരു വാക്കാണ് ഹൈക്കല. ഭൂമിയുടെ പ്രതീകം എന്നാണ് പറയുക ഹൈക്കല. സമൂഹവേദി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. വിശ്വാസികളുടെ വേദി എന്ന് പറയാം. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം. ഭൂമിയുടെ പ്രതീകം എന്ന് പറഞ്ഞാലും സർവ്വഭൂമിയുടെയും പ്രതീകം എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഈ ലോകത്തില് ഭൂമിയില് കർത്താവിനെ സ്വീകരിച്ചവര്, കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവര്, മാമോദിസ വഴി ജീവന്റെ അടയാളം സ്വീകരിച്ചവര്, അങ്ങനെയുള്ളവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കല അല്ലെങ്കിൽ ഈ സമൂഹവേദി. അപ്പൊ നമ്മുടെ ദേവാലയത്തിന്റെ ഘടന നമ്മളിപ്പോ പല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കത് പെട്ടെന്ന് പറഞ്ഞാൽ, താഴേന്ന് പറഞ്ഞാൽ ഹൈക്കല, കെസ്ത്രോമ, മദ്ബഹ. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം ഹൈക്കല. ഭൂമിയിൽ നിന്ന് കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവര്, കർത്താവിന്റെ പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തം കൊണ്ടും മാമോദിസ കൊണ്ടും കുർബാന കൊണ്ടും ഒട്ടിച്ച് ചേർക്കപ്പെട്ടവര്, അങ്ങനെ സാക്ഷാൽ മുന്തിരിച്ചെടിയായ ക്രിസ്തുവിന്റെ ശാഖയായിട്ട് മാറിയിട്ടുള്ളവര്, അല്ലെങ്കിൽ സാക്ഷാൽ ഒരു വൃക്ഷമായ ക്രിസ്തുവിന്റെ ശാഖയായിട്ട് മാറിയിട്ടുള്ളവര്. അത് മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന 3 കൂദാശകൾ കൊണ്ടാണ്. ജീവജലം കൊണ്ടും ജീവരക്തം കൊണ്ടും, കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലവും ജീവരക്തവും. ആ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസ്ലീഹ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഈ തായ്തണ്ട് അല്ലേ, യേശു. അതിന്റെ ശാഖകള് ഈ ഹൈക്കലിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ നിൽക്കുന്ന വിശ്വാസികൾ, മാമോദിസ സ്വീകരിച്ച്
ജീവന്റെ അടയാളം എന്ന് പറയുന്ന മാമോദിസ സ്വീകരിച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഹൈക്കലയുടെ അപ്പുറത്ത് ഒരു പടി മുമ്പ് മുകളിലേക്ക് ഉയർന്നാല് കെസ്ട്രോമ പറഞ്ഞു, നമ്മൾ ഇന്നലെ കണ്ടു മാലഖമാർ നിൽക്കുന്ന സ്ഥലം. അതിന് മുകളിൽ 3 പടി ഉയർന്നാണ് മധുബഹ എന്ന് കണ്ടു. ആ 3 പടികളുടെ അർത്ഥം നമ്മൾ കണ്ടതാണ്. മധുബഹയിൽ എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട വിശ്വാസികള് മാലാഖമാരുടെ ചേർന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആ രീതിയിലാണ് നമ്മുടെ പള്ളിയുടെ ഘടന. ഈ ജീവന്റെ അടയാളം എന്ന മാമോദിസ സ്വീകരിക്കാത്തവര് വചന പ്രഘോഷണം, വചന ശുശ്രൂഷ സമയത്ത് ഹൈക്കലിൽ നിൽക്കാൻ വിരോധമില്ല. എന്നാൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് ഈ അനാഫറ ചൊല്ലാൻ വേണ്ടി ബലിവേദിയിൽ കയറുമ്പോൾ ഡീക്കനോ അല്ലെങ്കിൽ മറ്റു ശുശ്രൂഷകളോ ചൊല്ലും, ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർ പുറത്തു പോകണം, മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകണം, ദിവ്യീകരണം സ്വീകരിക്കാത്തവരും പുറത്തു പോകണമെന്നൊക്കെയാണ്. അതായത് ദിവ്യീകരണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഹൈക്കലയിൽ നിൽക്കാനായിട്ട് അനുവാദമില്ല. പിന്നെ എവിടെ നിൽക്കണം? ഈ ഹൈക്കലയ്ക്ക് പുറത്തൊരു സ്ഥലമുണ്ട്, മുഖമണ്ഡപം എന്ന് പറയുന്ന, മോണ്ടളം എന്ന് പറയും, മുഖമണ്ഡപം. ഈ 1936 മുൻപ് ഈ ഈഴവർക്കൊക്കെ അമ്പലങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് അവർക്ക് വന്നു നിൽക്കാനായിട്ട് നമ്മൾ സുറിയാനി കത്തോലിക്കര് പണിത സ്ഥലങ്ങൾ കൂടിയാണ് ഈ മുഖമണ്ഡപം അല്ലെങ്കിൽ മോണ്ടളം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1928 മറ്റോ വൈക്കത്തോ മറ്റോ വെച്ച് SNDP യോഗം സീറോ മലബാർ സഭയിൽ ചേരാനായിട്ട് ഒരു ആലോചനയൊക്കെ നടത്തിയിരുന്നു. ഈ ദിവസങ്ങളിൽ ഈ ശിവഗിരി മഠത്തിലെ ആളുകൾ വത്തിക്കാനിൽ പോയിട്ട് ഒരു സർവമത സമ്മേളനമൊക്കെ നടത്തിയല്ലോ. പണ്ട് ഈ ഈഴവര് അവര് കത്തോലിക്ക സഭയിൽ, സുറിയാനി കത്തോലിക്ക സഭയിൽ ചേരാനായിട്ടൊരു പദ്ധതിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളവർക്ക്, അതായത് കത്തോലിക്ക സഭയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, എന്നാൽ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. പണ്ടൊക്കെ ആണ്ടവട്ടത്തിൽ ഒരു ദിവസമാണ് മാമോദിസ മുക്കിയിരുന്നത്, ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന വലിയ ശനിയാഴ്ച. അപ്പൊ അത് വരെയുള്ള ദിവസങ്ങളിൽ അവര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത് ഈ മോണ്ടളം, മുഖമണ്ഡപം. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കലയ്ക്ക് പുറത്തുള്ള സ്ഥലം. ഞാൻ പറപ്പുകര ഇടവയാണ് എന്റെ മുമ്പത്തെ പള്ളിയായിരുന്നത്. അവിടെ തിരുനാൾക്ക് ഇപ്പോഴും ഈ മറ്റ് മതത്തിൽപ്പെട്ടവര് ഇപ്പൊ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, പണ്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് അവര് കൊമ്പും കോഴിലൊക്കെ ഊതുമായിരുന്നു, പ്രദക്ഷിണത്തിൽ അവരുണ്ടാകുമായിരുന്നു. അതൊരു നന്ദി സൂചകമാണ്. കാരണം അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത കാലത്ത് പള്ളി അവർക്ക് വേണ്ടി ഒരു ഭാഗം തുറന്നിട്ട് കൊടുത്തു. അവരവിടെ വന്നിട്ട് ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതിന്റെ ഒരു നന്ദി കാണിക്കുകയാണ് ഇപ്പോഴും അവർ ഈ കൊമ്പും കോഴിലൊക്കെ വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത്. അത് ഇപ്പൊ ഒരു മതസൗഹാർദ്ദത്തിന്റെ ലക്ഷണമായിട്ടാണ് അത് പറയണേ. പണ്ട് മതസൗഹാർദ്ദം മാത്രമല്ല, അവർക്ക് അമ്പലങ്ങൾക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അയിത്ത ജാതിക്കാര്, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവരെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ തന്നെ അവരെ പുറത്താക്കിയിരിക്കുകയായിരുന്നു. പുറത്താക്കെന്ന് പറയാൻ പറ്റില്ല, അവർ ഹിന്ദുക്കളായിരുന്നില്ല. ഇപ്പോഴും ഹിന്ദുക്കളല്ല വാസ്തവത്തിൽ. ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്ന് വെച്ചാൽ നായന്മാര്, ഈ 4 ഗണമാണ് ഹിന്ദുമതത്തിൽ. സനാതന ധർമ്മമാണല്ലോ ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഈ 4 ജാതി മതം ഒന്നാണ് ഈ ഹിന്ദു മത വിശ്വാസം അനുസരിച്ച്. സനാതന ധർമ്മത്തെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 4 ജാതികളാണ്: ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നായന്മാരാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് കാസ്റ്റ് ആണ്, പുറജാതിക്കാര്, ഇല്ലേ, പുറത്ത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവര്. അങ്ങനെ അവരപ്പോൾ ഹിന്ദുക്കളല്ല. ഈഴവര്, പിന്നെ ഈഴത്തുനാടെന്ന് പറഞ്ഞ ശ്രീലങ്കയിൽ വന്നവരാണെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും അവർക്ക് ദേവാലയത്തിൽ പോകാനോ അമ്പലങ്ങളിൽ പോകാനോ ഒന്നും സാധിക്കാത്ത സമയത്ത് നമ്മൾ അവർക്ക് ഒരു ഭാഗം തുറന്നിട്ട് കൊടുത്തു. തുറന്നു കൊടുത്തിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥലം പണിതിട്ട് കൊടുത്തു. ആ സ്ഥലമാണ് ഈ മോണ്ടളം അല്ലെങ്കിൽ മുഖമണ്ഡപം എന്ന് പറയണേ. ഞാൻ പറഞ്ഞു വരുന്നത്, മാമോദിസ സ്വീകരിക്കാത്തവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരും നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. ഏതാ? ഹൈക്കലയ്ക്ക് പുറത്ത്, മോണ്ടലത്തില്. മാമോദിസ സ്വീകരിച്ചു, ജീവന്റെ അടയാളം സ്വീകരിച്ചു, ദിവ്യീകരണം സ്വീകരിക്കുന്നവരാണ് ഹൈക്കലയിൽ നിൽക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഹൈക്കല പള്ളിക്കകത്ത് നിന്നിട്ടും കുർബാന സ്വീകരിക്കാത്തൊരു ധാരാളമുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കുർബാനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് അവർക്ക് അതിന്റെ ഫലം കിട്ടുന്നില്ല. കാരണം ദൈവം അവരിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം അവരിലേക്ക് പ്രവേശിക്കുകയും അവരെ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തു വെക്കുകയും വേണം. അപ്പോഴാണ് മരിക്കാതിരിക്കുകയുള്ളൂ. അതായത് ശാരീരിക മരണം ഉണ്ടായാലും ആ മരണമെന്ന പുഴയിൽ ആണ്ടാണ്ട് പോയി രണ്ടാമത്തെ മരണം കൈവരിക്കാതിരിക്കുകയുള്ളൂ, ആസ്വദിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവം അവരിലേക്ക് ഒന്നുകൂടി പ്രവേശിക്കണം, കുർബാന സ്വീകരിക്കണം. കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ജീവന്റെ അടയാളം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ചു, പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ നിത്യജീവനിലേക്ക് എടുത്തു വെക്കപ്പെടാനുള്ള സാധ്യത അടച്ചുകളയാണ്.
അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? യോഗ്യതയില്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നുള്ളതാണ്. സ്വന്തം പള്ളിയിൽ കുമ്പസാരിക്കാൻ പറ്റില്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്ററിലൊക്കെ പള്ളിയുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തില്. ആശ്രമങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എവിടെ വേണമെങ്കിലും പോയി കുമ്പസാരിക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഈ പിശാചിന്റെ മുഖം തോളത്ത് വെച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർത്താവിന്റെ മുഖം, ആ മൃദുവായ ലഘുവായ മുഖം വെച്ച് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അങ്ങനെ ഈ ജീവന്റെ അടയാളം എന്ന് പറഞ്ഞ മാമോസ സ്വീകരിക്കുകയും ദിവ്യകാരണം സ്വീകരിക്കും ചെയ്യുന്നവർ നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കൽ എന്ന് പറയുന്നത്. അതിനെ സമൂഹവേദി എന്ന് പറയും, ഭൂമിയുടെ പ്രതീകം എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ഭൂമിയുടെ പ്രതീകം എന്ന് പറഞ്ഞാലും ഭൂമിയിലെ എല്ലാവരുടെയും പ്രതീകമല്ല, മറിച്ച് യേശുവിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട, മാമോദിസ വഴി ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരുടെ പ്രതീകമാണ്. അവർ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഹൈക്കല. ഞാൻ ആവർത്തിക്കുകയാണ് പലതും. എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രമാണ് പള്ളിയുടെ ഘടനയിൽ പോലും സുറിയാനി കത്തോലിക്കർ പാലിക്കുന്നത്. ഇത്രയും ദൈവശാസ്ത്ര ആഴമുള്ള അല്ലെങ്കിൽ ഘടന രീതിയുള്ള ഏതെങ്കിലും സഭ ലോകത്തുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സഭയുടെ അന്തസ്, നമ്മുടെ സഭയുടെ പാരമ്പര്യം, നമ്മുടെ സഭയില് വചനം ഇതുപോലെ ഈ ദേവാലയ ഘടനയെ പോലും വചനം ഇങ്ങനെ സജീവമാക്കി നിലനിർത്തുന്ന രീതി, അതിൽ അഭിമാനം കൊള്ളുകയും ഇതെല്ലാം നമ്മൾ ആഴത്തിൽ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. വേദപാഠ ക്ലാസ്സിൽ പോയാൽ മാത്രം പോരാ, അവിടെ ഇതെല്ലാം പഠിപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പഠിപ്പിക്കുമായിരിക്കാം, പക്ഷെ അത് പോരല്ലോ. നമ്മളിത് പള്ളിയിൽ എല്ലാ ദിവസവും പോകുമ്പോഴും കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, 1, 2, 3 ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കാനും ആരാധനയിൽ അർത്ഥപൂർണമായി പങ്കെടുക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.